Hi, hi Shri, hi Manu, hi everyone. Hi Mani Shiva, hi Rajesh, uh, hi Aves, hi Shiva, Shivaram, hi Cherian, Jay. It's me Sam. Hi Jayraj, hi Sudhi, hi. എല്ലാവർക്കും ഹായ്. അപ്പം ഞാൻ ഇന്ന് നേരത്തെ ഞാൻ ലൈവ് പറഞ്ഞിട്ട് വരാൻ കാര്യം കാരണം കുറച്ച് എല്ലാവരും സാധാരണ പറയാറുണ്ട് ഞാൻ ലൈവ് വരുന്ന സമയം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ കയറാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഹൈ. കേൾക്കാമോ? ഞാൻ പറയണ കേൾക്കാമോ? താങ്ക് യു കൊള്ളാലോ. ഇത് ആക്ച്വലി എൻ്റെ അമ്മേൻ്റെ സാരിയാണ്. സോ പിന്നൊരു വിശേഷം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണെന്ന്. പക്ഷെ ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. നാളെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെയും 50th വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഇന്നലെ ഇവിടെ എത്തി, കോഴിക്കോടെത്തി. സോ ഇത് എൻ്റെ അമ്മേൻ്റെ സാരിയാണ്. ഞാൻ എൻ്റെ അധികവും സാരീസൊക്കെ ഇവിടെ വെച്ചിട്ടാണ് പോകല്, കാരണം നമ്മൾ അങ്ങനെ ഉടുക്കുന്നില്ലല്ലോ. ഹായ് അപ്പൂസ്, ഹായ് സിപ്പൻ, എല്ലാവരും ജോയിൻ ചെയ്ത എല്ലാവർക്കും ഹായ്. സോ ജസ്റ്റ് ഒരു ഗുഡ് ന്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ ലൈവ് വരാമെന്ന് വെച്ചാൽ. അപ്പം ഞാൻ വിചാരിച്ചു അമ്മേൻ്റെ സാരി തന്നെ ആയിക്കോട്ടെ, ബിക്കോസ് എൻ്റെ കൂടെ ഇല്ല എൻ്റെ അമ്മ. അമ്മ അച്ഛനും മരിച്ചു പോയതാ. ഓക്കെ, സോ ഹായ് ബോത്ത് ക്യൂട്ടോ. താങ്ക് യു സോ മച്ച് യാർ, താങ്ക് യു. അപ്പോൾ ജോയിൻ ചെയ്ത എല്ലാവർക്കും വൺസ് അഗെയിൻ താങ്ക് യു. പിന്നെ അപ്പോൾ മെയിൻ വിശേഷം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ 4ാമത്തെ സിനിമ നേരറിയും നേരത്ത് മെയ് 30th റിലീസാവാണ്. സോ എല്ലാ പേരും ആത്മസഹോ ഇപ്പം ലുലു PVR ലുലുവിലും ഏരീസിലും അവൈലബിൾ ആണ്. അപ്പോൾ ആത്മസഹോയ്ക്ക് തന്ന സപ്പോർട്ട് പോലെ തന്നെ നേരറിയും നേരത്തിനും സപ്പോർട്ട് തരണം. സോ അതാണ് ഇൻ അഡ്വാൻസ്. ഓൾമോസ്റ്റ് ഒരു മാസത്തിന് മേലെ എന്തായാലും ഉണ്ട്. 40 ദിവസം മുന്നേ തന്നെ ഞാൻ വന്ന് ആ ഒരു ഇൻഫർമേഷൻ പറയുന്നത്. നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. മാത്രമല്ല, നേരറിയും നേരത്ത് നിങ്ങൾ ബുക്ക് മൈ ഷോയിൽ കയറി നേരറിയും നേരത്ത് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ ഞങ്ങളുടെ മൂവീൻ്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. സോ അതിൽ ഐ എം ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്ന ഒരു റെഡിൽ ഒരു ബോക്സിനകത്ത് അവൈലബിൾ ആണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളത് ക്ലിക്ക് ചെയ്യും, ഐ എം ഇൻട്രസ്റ്റഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പം ഇറ്റ് ഈസ് ഇൻട്രസ്റ്റഡ് എന്നിട്ടൊരു തംസ് അപ്പ് വരും. സോ നിങ്ങളെല്ലാവരും അത് ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. സോ ആസ് ഐ സെഡ്, എൻ്റെ 4ാമത്തെ സിനിമയാണ് നേരറിയും നേരത്ത് എന്നുള്ളത്. അതിൻ്റെ ഡയറക്ടർ വന്നിട്ട് രഞ്ജിത്ത് GV സാറ്. ഫയർമാൻ്റെ ഒക്കെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു. സാറിൻ്റെ ഫസ്റ്റ് ഡയറക്ഷനാണ് ആൻഡ് ഹിസ് ഓൺ സ്റ്റോറി ആസ് വെൽ. സാറിൻ്റെ തന്നെയാണ് സ്റ്റോറിയും. ആൻഡ് ഇതിൽ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്ന അഭിരാം രാധാകൃഷ്ണൻ. എല്ലാവർക്കും അറിയാം അഭിരാം രാധാകൃഷ്ണനെ. ഹീസ് ഇൻ അപ്കമ്മിങ് ആക്ടർ. കുറേ നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഹീറോയിൻ ഫറ ഷിബില, പുള്ളിക്കാരീനെ നിങ്ങൾക്കറിയാം. ഫസ്റ്റ് സിനിമ തന്നെ ഭയങ്കര ഹിറ്റായൊരു മൂവിയായിരുന്നു പുള്ളിക്കാരീൻ്റെ, ആസിഫ് അലീൻ്റെ കൂടെ. പിന്നെ ഉള്ളത് സെക്കൻഡ് ഹീറോ സ്വാതിനെയും എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ ഈ പറഞ്ഞ പോലെ യങ് ജനറേഷനിൽ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു ഹീറോ തന്നെയാണ്. പിന്നെ കുറേ അധികം ഉണ്ട്. നിഷാന്ത്, ഐശ്വര്യ, ശ്വേത, പിന്നെ ഞാൻ. അപ്പോൾ ഇത് ആക്ച്വലി മൂവീനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഫാമിലി, എന്നാൽ കോളേജ് ലൈഫ് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഫാമിലി സസ്പെൻസ് മൂവിയാണ്. മേ ബി വി ക്യാൻ സേ കുറച്ച് റിവെഞ്ച് കാര്യങ്ങൾ അങ്ങനെ. ഞാൻ എന്തായാലും കൂടുതൽ സിനിമേനെ പറ്റിയിട്ട് ഒരുപാട് അങ്ങോട്ട് പറയുന്നില്ല. സോ ഇതൊക്കെയാണ് ഡെഫിനറ്റ്ലി ഒരു പുതിയ സബ്ജക്റ്റ്. ഞാനിതിൻ്റെ പ്രൊമോഷന് പോയപ്പോൾ പറഞ്ഞ പോലെ തന്നെ, ഞാൻ സത്യത്തിൽ ഈ കഥ കേൾക്കുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സംഭവം കഥ കേട്ടിട്ടില്ല എന്ന് എനിക്കൊരു ഫ്രഷ് ആയിട്ടൊരു ഫീലായിരുന്നു. സോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ പേരും ഇതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് എസ്പെഷ്യലി ഇതിൽ എടുത്തു പറയേണ്ടത്, ഞാൻ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല, നമ്മുടെ പ്രൊഡ്യൂസർ സാറും മാമും. ചിദംബരം കൃഷ്ണൻ സാറിനെയും മാമിനെയും ഞാൻ ഈ സമയത്ത് ഓർക്കണം. അവരുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു ത്രൂ ഔട്ട്.
സോ ഫൈനലി നമ്മുടെ സിനിമ അടുത്ത മാസം 30-ാം തീയതി ഇറങ്ങാൻ പോവാണ്. സോറി, നിങ്ങളുടെ മെസ്സേജസ് ഒന്നും എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഈ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഡെഫിനറ്റ്ലി ഞാൻ മെസ്സേജ് വായിച്ച് അതിന് റിപ്ലൈ പറയാം. ഓക്കെ, ഇന്ന് എനിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളുടെ കൂടെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ 3 മണിക്ക് ലൈവ് വരും എന്ന് പറഞ്ഞിട്ട് തന്നെ വന്നത്. സോ അപ്പോൾ അതാണ് സിനിമേൻ്റെ വിശേഷം. അപ്പോൾ ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്ന ക്യാമറ ഉദയനമ്പാടി എല്ലാവരും നമുക്കതിൻ്റെ കാസ്റ്റിംഗ് ക്രൂ ഈസ് ലൈക്ക് വെരി ഗുഡ്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. സോ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഞങ്ങളുടെ കൂടെ വേണം. എല്ലാ പേരും, ഞാൻ ഒന്നുകൂടി പറയാം, ബുക്ക് മൈ ഷോയിൽ കയറുക, സെർച്ചിൽ നേരറിയും നേരത്തെ നിന്ന് സെർച്ച് ചെയ്യുക. അതിൽ നമുക്ക് അപ്പം നമ്മുടെ സിനിമേൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ വരും. അതിൽ തന്നെ നമ്മുടെ പോസ്റ്ററിൻ്റെ താഴെ ഐ ആം ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരു റെഡ് കളറിൽ ഒരു ബോക്സിൽ കൊടുത്തേക്ക്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. സോ അത് നിങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് ഇതിനെക്കുറിച്ച് അറിയാൻ എന്നുള്ള ഒരു എന്താ പറയുക, ഒരു റിവ്യൂ എടുക്കുന്ന പോലെയാണ്. സോ പ്ലീസ് ഡൂ ദാറ്റ്. അപ്പോൾ എല്ലാവർക്കും ഇതായിരുന്നു വൺ ഓഫ് ദി വിശേഷം ഞാൻ പറയാൻ വന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാളെ എൻ്റെ ഇൻലോസ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെയും 50th വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അതിന് എല്ലാ പേരുടെയും ഈ പറഞ്ഞ പോലെ അവരുടെ ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ട് എല്ലാ പേരും പ്രാർത്ഥിക്കണം. അതുകൊണ്ട് പിന്നെ വേറെ 1-2 പ്രോജക്ട്സൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഒന്നും തീരുമാനമായിട്ടില്ല. പിന്നെ എൻ്റെ പുതിയ ഷോർട്ട് ഫിലിം റിലീസായിട്ടുണ്ട്. കൗമുദി, യൂട്യൂബ് കൗമുദിക്ക് വേണ്ടി നമ്മൾ ചെയ്തതാണ്. സോ അതും ഈ പറഞ്ഞ പോലെ ഇന്നലെയാണ് റിലീസായത്. അത്യാവശ്യം ആസ് ഓഫ് നൗ നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട് എല്ലാവരുടെ കയ്യിൽ നിന്നും. അതിന് മുന്നേ ചെയ്തതും ഷോർട്ട് ഫിലിം അത്യാവശ്യം നല്ല, ശരിക്കും നല്ല റീച്ച് ആയിട്ടുണ്ട്. അറൗണ്ട് 410 കേസ് ആയി. ആൻഡ് അതിനും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് ഇന്നലെ റിലീസായ ഷോർട്ട് ഫിലിമിനും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രേയേഴ്സും വേണം. അത് യൂട്യൂബിൽ പോവുക, കൗമുദി എന്ന് സെർച്ച് ചെയ്യുക. ആൻഡ് ദ ക്ലിച്ച് എന്നുള്ളതാണ്, നോട്ട് ലിഞ്ച് എന്നുള്ളത്, അതിൽ സെർച്ച് ചെയ്യുക. അപ്പം എൻ്റെ പോസ്റ്ററും എൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും, അതും കാണാം. ഞാൻ ഓൾറെഡി എൻ്റെ സ്റ്റോറിയിൽ ഞാൻ അതിൻ്റെ ഷോർട്ട് ഫിലിമിൻ്റെ യൂട്യൂബ് ലിങ്കും കൊടുത്തിട്ടുണ്ട്. ദയവ് ചെയ്ത് കാണാത്തവർ പോയി കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇതൊക്കെ നമ്മുടെ ചെറിയ എന്താ പറയുക, സംരംഭങ്ങളോ അല്ലെങ്കിൽ ചെറിയ അച്ചീവ്മെൻറ്റ്സോ ആണ്. അത് നിങ്ങൾ ഡെഫിനറ്റ്ലി എൻ്റെ ഫോളോയിങ് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള എല്ലാ പേരും അതിനെ സപ്പോർട്ട് ചെയ്യണം. ഇനിയും ഇതുപോലത്തെ നല്ല പ്രോജക്ട്സ് എനിക്ക് ചെയ്യാൻ പറ്റണം എന്ന് നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. എനിക്ക് സത്യം ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തൊരു സപ്പോർട്ടേ അല്ല ശരിക്കും. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്നാണെങ്കിലും ഫേസ്ബുക്കിൽ നിന്ന് എല്ലാം ഈവൻ ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ, എൻ്റെ നേരത്തെ ഉണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ, പക്ഷെ ഞാൻ അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ കുറച്ച് മുന്നേ അത് വീണ്ടും പൊടിതട്ടി എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിരുന്നുണ്ട്. സീരിയസ്ലി ഞാൻ വിചാരിച്ചതിനേയും കാട്ടിലും പെട്ടെന്ന് തന്നെ എനിക്ക് ഫോളോയിങ്സ് ഒക്കെ കൂടിയിട്ടുണ്ട്. അതിലെല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എനിക്കറിയാം എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവർ പലരും എൻ്റെ യൂട്യൂബിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. പ്ലീസ് അത് ചെയ്യാത്ത ആൾക്കാർ ദയവ് ചെയ്ത് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ഞാൻ വീഡിയോസൊക്കെ അത്യാവശ്യം അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ ഡ്രൈവ് ചെയ്ത് വന്നതിൻ്റെ ഒരു ട്രാവൽ വ്ളോഗ് എന്നൊക്കെ പറയാം. എനിക്ക് ട്രാവൽ വ്ളോഗൊന്നും ഞാൻ മുന്നേ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ചെറിയ സംഭവം അതൊക്കെ പോസ്റ്റ് ചെയ്യാനുണ്ട്. സോ അത്യാവശ്യം ഞാനിപ്പോൾ വീഡിയോസ് ഇടുന്നുണ്ട്. സോറിയോ, ഇവിടെ കോഴിക്കോട് ഭയങ്കര ചൂടാണ്. അയ്യോ, ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്കും കർച്ചീഫിൻ്റെ ആവശ്യം വരുന്നത്. പക്ഷെ തിരുവനന്തപുരത്ത് എനിക്ക് ഇത്രയും ചൂട് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ കോഴിക്കോട് ഭയങ്കര ചൂടാണ് കേട്ടോ, ഒരു രക്ഷയില്ല. സോ അപ്പോൾ ഇതാണ് പറഞ്ഞുകൊണ്ടത് യൂട്യൂബിൻ്റെ കാര്യം. സോ നിങ്ങളെല്ലാവരും തരുന്ന സപ്പോർട്ടിന് വൺസ് അഗൈൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ താങ്ക് യു സോ മച്ച്. പ്ലീസ് ഡു കീപ് സപ്പോർട്ടിങ് മീ. നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ടൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു എനിക്ക് നിങ്ങളുടെ അടുത്ത് അത്യാവശ്യമായിട്ട് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ. ആൻഡ്
വേറെന്താ, വേറെ ഒന്നുമില്ല, സുഖമായിട്ടിരിക്കണു. അപ്പം ഞാൻ സത്യത്തിൽ നിങ്ങളുടെ ഒന്നും മെസ്സേജസ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ മെസ്സേജസ് വായിക്കാൻ പറ്റില്ല. സോ ഞാൻ ഒന്ന് സ്ക്രോൾ ചെയ്ത് ബാക്കിൽ പോവാണ്. കുറേ വന്നിട്ടുണ്ട് കേട്ടോ മെസ്സേജസ്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് പേരുടെ പേരൊക്കെ വായിച്ചു ജോയിൻ ചെയ്ത. ഓക്കെ, ശ്രീ, മനു, രാജേഷ്, അലി, സജിൻ, മനീഷ്, മണിശിവ, Rajesh, then Avis Jim, Shiva Mantra, okay, and me Arun, Sam, Jairaj, Suddhi, then Monisha Mohan, then Sharat. സാം ചോദിക്കുന്നുണ്ട് നമ്പർ ഡോന്നോ, എന്ത് നമ്പർ എനിക്ക് മനസ്സിലായില്ല, നമ്പർ തരാനാണോ? നോ. പിന്നെ ശരത്, ഹായ് ചേച്ചി, ഹായ് 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 ശരത്. പിന്നെ ശത്രു, ദെൻ ശിവമന്ത്ര അഗൈൻ, കൊള്ളാലോന്നോ, ഓക്കെ, താങ്ക് യു സോ മച്ച്. ദെൻ സുജിത്, ഹായ് സുജിത്. പിന്നെ ജയ് ശുക്, വിശ്വന്ത്, ദെൻ സഞ്ജു, then Abhi Shivadas, then Purapundan, Anish, then Saju Mohammed, hi Saju, then Appu Sibbin, then Tiger Kannan, then Said Ali, then മലയാളി, ഇറ്റ്സ് മീ. സാം ഇസ് ആസ്കിങ്, ഞാൻ മലയാളി ആണെന്നോ? ഞാൻ മലയാളിയാ. ഞാനതല്ല, മലയാളത്തിലല്ലേ സംസാരിച്ചത്. ദെൻ ജയശുക്, ഹലോ മാം, ആപ് ബഹുത് ക്യൂട്ട് ദിഖ് രഹി ഹോ. ഓ, താങ്ക് യു സോ മച്ച്. ദെൻ കുറേ പേരൊന്നും ഐഡിയ ആണ്, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ജോബിൻ, സ്വർണ സെൽവം, ഓക്കെ, സന്തോൾ, സാത്താൻ ബോയ് എന്നൊക്കെ, ഓക്കെ. ദെൻ റേവ്, ദെൻ അമീർ, ദീപു, ദെൻ പൊൻരാജ്, അങ്ങനെയാണെന്ന് തോന്നുന്നു. അങ്ങനെ കിരൺ, ദെൻ ഗോപു, ദെൻ അരുൺ. ഓക്കെ, ഇതൊക്കെയാണ് ജോയിൻ ചെയ്ത്. കുറേ ഇനിയുണ്ട് കേട്ടോ. ഉണ്ണി, റഫീഖ്, ഹായ്. ജയശുക്, അഭി, അരുൺ, നമസ്തേ അരുൺ, Ratish, Sri Shine, Saji, then Vinod, Surya, Saji, hi, Anup, Pradeep, Saji, Manu, Raj, Sri, look very pretty and beautiful. Thank you so much, Raj. Raj എൻ്റെ ഒരു ഭയങ്കര ഫോളോവർ ആണ്. രാജ് അല്ല, ശ്രീകു. എനിക്കറിയില്ല പുള്ളി ഫുൾ നെയിം എന്താണെന്ന്, പക്ഷെ പുള്ളി ഭയങ്കര ഫോളോവറാണ്. പുള്ളി എൻ്റെ പോസ്റ്റൊക്കെ കാണാറുണ്ട്, അതിനൊക്കെ നല്ല നല്ല കമൻസും സപ്പോർട്ട് തരാറുണ്ട്. താങ്ക് യു സോ മച്ച് ശ്രീ. സോ എങ്ങനെയുണ്ട് എൻ്റെ സാരി? നിങ്ങളത് പറഞ്ഞിട്ടില്ല. സാരി കുറച്ച് നല്ല പഴയതാണ്, എൻ്റെ അമ്മേൻ്റെതാണ്, പക്ഷെ അമ്മ ജീവിച്ചിരിക്കില്ല. ഐ ഹോപ്പ് നിങ്ങൾക്ക് കാണാമെന്ന്. പക്ഷെ എനിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്ന് ഞാൻ ലൈവ് വരാമെന്ന് ചോദിച്ചപ്പോൾ എന്താ ഇടുക, ഞാൻ കുറച്ച് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ട്രിവാൻഡ്രത്ത്. പക്ഷെ അഗൈൻ എന്തെങ്കിലും പെട്ടെന്ന് അതിനെക്കാട്ടിലും എനിക്ക് പെട്ടെന്ന് അമ്മേൻ്റെ ഈ സാരി കൊടുക്കണം തോന്നി. സോ അങ്ങനെ എടുത്ത് കൊടുത്തതാണ്. ഇറ്റ്സ് ലൈക്ക് ഓർഗൻസ. എത്രയോ വർഷം മുന്നേ ഉള്ളതാണ് കേട്ടോ, വെരി ഓൾഡാ. പക്ഷെ അമ്മ സാധനങ്ങളൊക്കെ നല്ലോണം സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു, അതുകൊണ്ട് ഇപ്പോഴും അതിവിടെ ഇരിക്കുന്നു. സോ നന്ദു, ആർട്ടിസ്റ്റ് വിനിൽ, Shri will see this movie definitely. Oh, thank you so much, Shri. Balakrishnan, Binoy, Subhash, Chand, Nitin, then Celestial. കുറേ പേരുണ്ട് കേട്ടോ. ഏത് ഫിലിം? ഓക്കെ, ഫിലിമിൻ്റെ പേര് നേരറിയും നേരത്ത് എന്നാണ്. റിലീസ് ചെയ്തിട്ടില്ല. May 30th മൂവി റിലീസ് ചെയ്യുന്നത്. സോ അതിൻ്റെ അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ലൈവ് വന്നത്. സോ എല്ലാ പേരും ഞാൻ പറഞ്ഞ പോലെ റിക്വസ്റ്റാണ്, ഹംബിൾ റിക്വസ്റ്റ്, എല്ലാ പേരും സിനിമ പോയി കാണണം. പക്ഷെ അതിന് മുന്നേ ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ബുക്ക് മൈ ഷോയിൽ പോവുക, സെർച്ചിൽ നേരറിയും നേരത്ത് എന്ന് സെർച്ച് ചെയ്യുക. അപ്പം ഞങ്ങളുടെ പോസ്റ്ററൊക്കെ വരും, ഡീറ്റെയിൽസ് മൂവീൻ്റെ ഒരു ഔട്ട്ലൈനൊക്കെ വരും. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചുവന്ന ബോക്സിൽ
ചുമന്ന ലെറ്റേഴ്സിൽ എഴുതിയിരിക്കും ഐ എം ഇൻട്രസ്റ്റഡ് എന്നുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതൊരു ഹൈപ്പർ ലിങ്ക് പോലത്തെയാണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് തംസ് അപ്പ് ആയിട്ട് മാറും. അതായത് യു ആർ വെയിറ്റിംഗ് അല്ലെങ്കിൽ യു ആർ സപ്പോർട്ടിങ് ദിസ് മൂവി എന്നുള്ളതാണ്. അതൊരു ബുക്ക് മൈ ഷോ മേ ബി ഒരു ഫീഡ്ബാക്ക് പോലെ എടുക്കുന്നതാണ്. പക്ഷേ അത് ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യും നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ. സോ എല്ലാ പേരും അങ്ങനെ പോയി ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യണു. പിന്നെ സിനിമ മെയ് 30 ഇറങ്ങുമ്പോൾ തിയേറ്റേഴ്സിൽ പോയി തന്നെ കാണണം. ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം. ഡെഫിനറ്റ്ലി ഇതൊരു എനിക്ക് ഉറപ്പാണ്. ബിക്കോസ് ഞാൻ സത്യത്തിൽ ഞാൻ പല ലാംഗ്വേജസിലെ മൂവി കാണുന്ന ഒരാളാണ്. ഇംഗ്ലീഷും കൊറിയനും അങ്ങനെ സത്യം പല പല ജോണറിലുള്ള മൂവീസ് ഞാൻ കാണുന്ന ആളാണ്. പക്ഷെ ഞാൻ ഇങ്ങനൊരു സംഭവത്തിനെ പറ്റിയിട്ട് ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് ഈ സ്റ്റോറി പറയുമ്പോഴാണ് ശരിക്കും ഞാൻ അങ്ങനെ കേൾക്കുന്നത്. ആ ഒരു സസ്പെൻസ് അല്ലെങ്കിൽ ആ ഒരു പുതിയൊരു ഇൻഫർമേഷൻ എനിക്ക് തോന്നുന്നു പലർക്കും ഈ സിനിമ കാണുമ്പോൾ കിട്ടും. സോ അതുകൊണ്ട് എല്ലാ പേരും ഇത് തിയേറ്ററിൽ പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം എല്ലാവർക്കും വീണ്ടും താങ്ക് യു. എല്ലാവരും ജോയിൻ ചെയ്ത്. സോറി, എല്ലാവരുടെ പേര് വായിക്കാനാണെങ്കിൽ ഇന്ന് മൊത്തം ഞാൻ ലൈവിലിരുന്ന് വായിക്കേണ്ടി വരും. ഓക്കെ, സോ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും എൻ്റെ കൂടെ നിന്ന് എൻ്റെ യൂട്യൂബിലാട്ടെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും എന്നെ ഇഷ്ടപ്പെടുന്നതിനും എനിക്ക് നല്ല നല്ല കമൻസ് തരുന്നതിനും എല്ലാവർക്കും താങ്ക് യു. ആൻഡ് ഇതുപോലെ തന്നെ നിങ്ങൾ സോറിയോ ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ വീണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഡെഫിനറ്റ്ലി എന്നെ പോലെ ഒരു തുടക്കക്കാരിയായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന് ഡെഫിനറ്റ്ലി റിക്വയർഡ് ആണ്. സോ പ്ലീസ് ഡു കീപ് സപ്പോർട്ടിങ് മീ. നല്ല നല്ല ക്യാരക്ടേഴ്സും നല്ല നല്ല റോളുമായിട്ട് ഇനിയും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ വരാൻ എനിക്കും സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. പിന്നെ വേറൊരു കാര്യം, യൂട്യൂബിലെ കൗമുദി ചാനലിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഒരു ഷോർട്ട് ഫിലിം ഇന്നലെ റിലീസായി. ഇന്നലെ ഈവനിങ് ഓൾറെഡി എനിക്കത് തോന്നുന്നു 90K ആയിട്ടുണ്ട് ഈ സമയത്തിനുള്ളിൽ. 90K+ ആണ്. പക്ഷേ പ്ലീസ് ഡു എല്ലാവരും കാണണം. കാരണം അതും ഈ പറഞ്ഞ പോലെയാണ് ഒരു സോഷ്യൽ കോസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു നമുക്ക് സമൂഹത്തിന് ഒരു എന്താ പറയുക ഇൻഫർമേഷൻ അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റിയിട്ടുള്ളതാണ്. ഡെഫിനറ്റ്ലി ഫാമിലിയിലൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളതാണ്, നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും. അപ്പോൾ നമ്മൾ എല്ലാ പേരും ആ ഷോർട്ട് ഫിലിം കാണുക. കൗമുദിയിൽ യൂട്യൂബിൽ പോയി സെർച്ചിൽ കൗമുദി എന്ന് സെർച്ച് ചെയ്യുക. അതിലുണ്ട് ദ ക്ലിഞ്ച് നോട്ട് ക്ലിഞ്ച് എന്നുള്ളത്. അതിൽ ഇന്നലെ റിലീസായത് എൻ്റെ ഷോർട്ട് ഫിലിം. എല്ലാവരും കണ്ടിട്ട് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, സോ നിങ്ങളിത് ചെയ്താലേ രാജേഷ് ഏട്ടൻ, അതായത് എൻ്റെ ഡയറക്ടർ, കണ്ടിട്ട് എനിക്ക് വീണ്ടും തരുള്ളൂ റോൾസ്. സോ പ്ലീസ് ഡു സപ്പോർട്ട് മീ. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, ഞാനൊരു പാവം കുഞ്ഞ് വളർന്നു വരുന്ന ആർട്ടിസ്റ്റ് അല്ലേ. അപ്പം നിങ്ങൾക്കൊക്കെ എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. സോ പ്ലീസ് ഡു കീപ് സപ്പോർട്ടിങ് മീ. ഓക്കെ, അപ്പം നിങ്ങളുടെ മുന്നേ എനിക്ക് വീണ്ടും നല്ല നല്ല പ്രോജക്ട്സുമായിട്ട് വരാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഉള്ളത് എൻ്റെ ഒരു 2-3 വർഷം മുന്നേ ഞാൻ തുടങ്ങിയൊരു യൂട്യൂബ് ചാനലുണ്ട്. അത് ഞാനൊരു 3-4 വീഡിയോസ് ഇട്ട് പിന്നെ പെട്ടി അടച്ചു വെച്ചതായിരുന്നു. ഇപ്പം ഞാൻ അതിൽ വീണ്ടും പൊടി തട്ടി എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് അത്യാവശ്യം വീഡിയോസൊക്കെ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതും പോയി കാണാം. അപർണ വിവേക് മെറ്റാലിക് റോസ് അങ്ങനെയാണ് എൻ്റെ അടി. അപർണ വിവേക് എന്ന് കൊടുക്കുമ്പോൾ തന്നെ വരും. സോ യൂട്യൂബിൽ പോയി അപർണ വിവേക് എന്ന് സെർച്ച് ചെയ്ത് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഒക്കെ, ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോസ് ഒക്കെ കാണാം. അതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇനിയും കാണാൻ ആഗ്രഹിക്കുന്ന ഞാൻ എന്തൊക്കെ വീഡിയോസ് ചെയ്യണം എന്നുള്ളത് അതിൽ കമൻറ്റ് ഇടുക. ഡെഫിനറ്റ്ലി ഞാൻ അതുപോലത്തെ വീഡിയോസ് വീണ്ടും ചെയ്യാൻ ശ്രമിക്കാം. ഇതൊക്കെയാണ് എൻ്റെ വിശേഷം. ഐ സോ വൺ ഓഫ് യുവർ ഷോർട്ട് മൂവീസ്. യുവർ ആക്ടിങ് ഈസ് എക്സലൻറ്റ്, നാച്ചുറൽ ആക്ടിങ്. താങ്ക് യു സോ മച്ച് ശ്രീ, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഈ വാക്കുകളൊക്കെയാണ് ഡെഫിനറ്റ്ലി എനിക്ക് മുന്നോട്ട് പുതിയ നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ള എനർജി. സോ പ്ലീസ് ഡു കീപ് സപ്പോർട്ടിങ് മീ. ഒത്തിരി പ്രോജക്ട്സ് കിട്ടട്ടെ അരുൺ. താങ്ക് യു സോ മച്ച് അരുൺ. എൻ്റെയും പ്രാർത്ഥന അതാണ് അരുൺ. ഒത്തിരി പ്രോജക്ട്സ് കിട്ടി, നല്ല നല്ല കഥാപാത്രങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതി, അത് എൻ്റെ ഒരു സ്റ്റൈലിൽ. ഞാൻ ഡെഫിനറ്റ്ലി എനിക്ക് ഒരുപാട് ആരാധനയുള്ള ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. ഉർവശി ചേച്ചി, കൽപ്പന ചേച്ചി,
ഇപ്പോഴത്തേലാണെങ്കിൽ മഞ്ജു വാര്യർ, പഴയ കാലത്ത് അംബിക, ദെൻ അതിനു മുന്നേ പോയാൽ വിജയശ്രീ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഞാൻ മലയാളം കാണാറുണ്ട്. ഇതുമൊക്കെയാണ് എൻ്റെ ഒരു എന്താ പറയുക റോൾ മോഡൽസ് എന്ന് പറയുന്ന ഒരു ആക്ടിങ്ങിൽ. പിന്നെ ആക്ടേഴ്സ് എടുത്താൽ ഒബ്വിയസ്ലി ലാലേട്ടൻ, മമ്മൂക്ക, പിന്നെ ഇന്ദ്രൻ ചേട്ടൻ. അയ്യോ, ഞാൻ ഭയങ്കര ഫാനെന്ന് വെച്ചാൽ എൻ്റെ ഒരു ആഗ്രഹമാണ് സത്യം ഇന്ദ്രൻ ചേട്ടൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യണം എന്നുള്ളത്. എൻ്റെ ഭയങ്കര ആഗ്രഹം എന്ന് വെച്ചാൽ എസ്പെഷ്യലി പുള്ളീൻ്റെ ഹോം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട്. എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഹോം റിലീസ് ആവുന്നത്. ശരിക്കും ഞാൻ തിയേറ്ററിൽ കരഞ്ഞു. എന്താ വെച്ചാൽ ഹോമിൽ ഇന്ദ്രൻ ചേട്ടനെ കാണുമ്പോൾ എൻ്റെ അച്ഛൻ വയ്യാണ്ടായിട്ട് ഉള്ള ലാസ്റ്റ് സ്റ്റേജിൽ, എൻ്റെ അച്ഛൻ അത്യാവശ്യം വണ്ണമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വയ്യാണ്ടായപ്പം അച്ഛൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ലോസ് ആയി. അപ്പോൾ എനിക്ക് ഈ ഹോമിൽ ഇന്ദ്രൻ ചേട്ടനെ കാണുമ്പോൾ ശരിക്കും എൻ്റെ അച്ഛനെ കാണുന്ന പോലെ. ആൻഡ് അതിൽ ഓരോ ചെറിയ ചെറിയ മൊമെൻറ്റ്സും ഇന്ദ്രൻ ചേട്ടൻ ആ ഒരു സങ്കടം ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ചെയ്തൊക്കെ ബ്രില്യൻറ്റ്, നോ വേർഡ്സ്. അപ്പോൾ അതിലൂടെയാണ് എനിക്ക് ഇന്ദ്രൻ ചേട്ടനെ നേരത്തെ ഇഷ്ടമായിരുന്നു, പക്ഷെ ഹോം കണ്ട് അതിൽ എൻ്റെ അച്ഛനെ പോലെ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു. ആൻഡ് പുള്ളീൻ്റെ ഈ പറഞ്ഞ പോലെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഓരോ ചെറിയ ചെറിയ സംഭവത്തിനും പുള്ളി കൊടുക്കുന്ന ഒരു ഇമോഷൻ, അത് വെച്ചിട്ട് എൻ്റെ ലൈഫിൽ എനിക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു ലിസ്റ്റ് എടുത്താൽ അതിൽ ഡെഫിനറ്റ്ലി വൺ തിങ് ഈസ് എനിക്ക് ഇന്ദ്രൻ ചേട്ടൻ്റെ കൂടെ അഭിനയിക്കണം എന്നൊരു ഭയങ്കര ആഗ്രഹമുണ്ട്. ഇതെല്ലാം നടക്കട്ടെ. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ഓ, താങ്ക് യു സോ മച്ച് അജീഷ്, താങ്ക് യു. ഹലോ ഷിജു ചേച്ചി, തുടരൂ ഫിലിം കണ്ടിരുന്നു ചേച്ചി? ഇല്ലടാ, കണ്ടിട്ടില്ല ഞാൻ. ശരത്തെ ഹൈ. ഞാനിപ്പോൾ കോഴിക്കോടാണ്. നാളെ അച്ഛൻ്റെ അമ്മേൻ്റെയും 50th, ഉണ്ണിയേട്ടൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെയും 50th വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം ഞങ്ങൾ കോഴിക്കോട് വന്നു ഇന്നലെ. തുടരും കണ്ടിട്ടില്ല. ലാലേട്ടനെ ശോഭനേച്ചിനെ കാണാൻ വെയിറ്റിംഗ് ആണ്. ഡെഫിനറ്റ്ലി തിരിച്ച് ട്രിവാൻഡ്രത്ത് പോയിട്ട് കാണും. ഐ എം വെയിറ്റിംഗ്. ആ കോംബോ ഈ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് ലൈക്ക് സ്പെഷ്യൽ. So thank you. God bless Sajish. Thank you so much, Sajish. Hi Reshma. Hi Saji. Hi Arun Das. First of all, your latest short film is a social relevant topic. Yes, thank you so much. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും സോഷ്യലി ഇമ്പോർട്ടൻ്റ് ആണ്, കുട്ടികളുടെ കാര്യത്തിലും പേരൻറ്റിങ്ങിൻ്റെ കാര്യത്തിലും എല്ലാത്തിലും. സോ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമ്മുടെ എന്താ പറയുക ഒരു യങ്ങർ ജനറേഷൻ്റെ ഒരു ഭയങ്കരമായിട്ട് എല്ലാവരും സംസാരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ. കുട്ടികൾ വഴിതിരിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ വേറെ പല എന്താ പറയുക ഫോക്കസ് മാറുന്നു, അച്ഛൻ്റെ അമ്മേൻ്റെ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഇല്ല, പലതരം ഡ്രഗ്സ് ആൻഡ് അങ്ങനത്തെ സംഭവങ്ങളിൽ പോകുന്നു, ദേഷ്യം, പിടിവാശി, ഒന്നും സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. കുട്ടികൾക്ക് ഒന്ന് വഴക്ക് പറഞ്ഞാൽ പോയി ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് തോറ്റാൽ ആത്മഹത്യ ചെയ്യുന്നു. അപ്പം എല്ലാത്തിലും അത് എന്താ പറയുക ഒരു ചെറിയ തോൽവി പോലും ജീവിതത്തിൽ ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ അതുപോലും സഹിക്കാൻ പറ്റാത്ത ഒരു മെൻ്റൽ സ്റ്റേറ്റിൽ ആണ് പല കുട്ടികളും. അപ്പം ശരിക്കും ഇതൊന്നും ആരുടെയും കുറ്റമാണെന്ന് അല്ല നമ്മളിപ്പോൾ പറയുന്നത്, അത് ഡെഫിനറ്റ്ലി. പക്ഷെ നമുക്ക് പലർക്കും ഇതിൽ ഇപ്പോൾ ഫാമിലിയിൽ ഇതൊക്കെ ഇൻവോൾവ് ചെയ്ത് നമുക്കിതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പം ഇപ്പോഴത്തെ പണ്ടത്തേനും കാട്ടിലും ഫെസിലിറ്റീസ് നമുക്ക് കൂടുതലുണ്ട്. പക്ഷെ ഒരിക്കലും ഈ ഫെസിലിറ്റീസ് നമ്മുടെ റിലേഷൻഷിപ്പിനെ ഡിസ്റ്റൻ്റ് ആക്കാൻ പാടില്ല. ഈ ഫെസിലിറ്റീസ് ഒക്കെ കൂടി ചേർന്നിട്ട് നമ്മൾ ഫാമിലി എന്ന് പറയുന്ന ഒരു സംഭവം ഒന്നിച്ച് നിൽക്കണം. സോ ഡെഫിനറ്റ്ലി അജീഷ് പറഞ്ഞ പോലെ എൻ്റെ പുതിയ ഷോർട്ട് ഫിലിം അത് സോഷ്യൽ കോസിന് ഡെഫിനറ്റ്ലി വാല്യൂ കൊടുക്കുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ ഡയറക്ടർ നമ്മുടെ രാജേഷ് തലച്ചിറയാണ്. നമ്മുടെ സൂസു, ലേഡീസ് റൂം, അതൊക്കെ ഡയറക്റ്റ് ചെയ്യുന്നത് രാജേഷേട്ടനാണ്. അപ്പോൾ രാജേഷേട്ടൻ്റെ ആണ് ഡയറക്ഷൻ. സോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഞങ്ങളെപ്പോലെ കുഞ്ഞ് ആർട്ടിസ്റ്റ് അല്ല, എന്നെ പോലെ ഞാനുണ്ട്. പിന്നെ അതിലൊരു മോനുണ്ട്. മോൻ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾക്കൊക്കെ അറിയാം ജയറാം ഒരുപാട് ചെയ്യുന്നതാണ്. SJK ടോക്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ജയറാം സൂസൂലും ഉള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പം നമ്മളെപ്പോലെ കുറച്ച് പേര് ചെയ്തൊരു വർക്കാണ്. എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലും നല്ല അഭിപ്രായം പറയാം. ആൻഡ് എൻ്റെ ലൈവിൽ വന്ന് ഇത്രയും നേരം സത്യത്തിൽ ഇതൊക്കെ കേട്ട് റെസ്പോണ്ട് ചെയ്ത് കുറേ ഹാർട്ട്സ് ഇങ്ങനെ പോകുന്ന കണ്ടു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ആണ്. എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നതിനും
എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും, നമ്മൾ ഇതുപോലെ വന്ന് ലൈവ് ചെറിയ ചെറിയ വിശേഷങ്ങൾ, നമുക്കൊന്നും വലിയ സംഭവങ്ങളൊന്നും പറയാനില്ല. ഇതൊക്കെ നമ്മുടെ ലൈഫിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളും ഇതൊക്കെ പങ്കുവെക്കാൻ വരുമ്പോൾ ഡെഫിനറ്റ്ലി ഈ സൈഡിൽ നിന്ന് ഞാൻ പറയും, അവിടെ നിന്നും എനിക്ക് അതുപോലെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഒരു എന്താ പറയുക ഒരു ഹാർട്ട് വരുമ്പോഴാണെങ്കിൽ നമുക്കറിയാം ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ്. സോ അതിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇതിലിപ്പോൾ എൻ്റെ ലൈവിൽ കയറിയ ഒരു 95% ആൾക്കാരെയും എനിക്ക് പേഴ്സണലി അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഡയറക്റ്റ്ലി സംസാരിച്ചിട്ടില്ല, ഈവൻ ചാറ്റ്സ് പോലും. ബിക്കോസ് ഞാൻ എൻ്റെ പ്രൊഫൈലിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നോ ചാറ്റ്സ്, ഐ ഡോണ്ട് എൻ്റർടൈൻ ചാറ്റ്സ് എന്ന്. അപ്പം ഇതിലുള്ളവരെ ഒരു 95% അല്ലെങ്കിൽ 98% ആൾക്കാരും എന്നെ പേഴ്സണലി എന്നെ അറിയുന്നതോ അല്ല. ഡെഫിനറ്റ്ലി ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് എന്നുള്ള സോഷ്യൽ മീഡിയ ത്രൂ എന്നെ അറിയുന്നതും ഞാൻ ചെയ്യുന്ന റീൽസും ഫോട്ടോസും ഇപ്പോൾ ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ മൂവിയോ ഒക്കെ പറഞ്ഞിട്ട് എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. സോ അങ്ങനെ ഇഷ്ടപ്പെടുന്നതിൽ ഒരുപാട് ഒരുപാട് താങ്ക് യു. പ്ലീസ് ഇനിയും നിങ്ങൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ ചെയ്യുന്ന ഓരോ വർക്കും ഡെഫിനറ്റ്ലി വർത്താണ് എന്നുള്ളത് കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ ആയിരിക്കുള്ളൂ ഞാൻ മുന്നോട്ട് വരുന്ന. സോ എല്ലാവർക്കും ഈ തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ ഒരു വലിയ താങ്ക് യു. പിന്നെ വേറെന്താ, ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഗോഡ് ബ്ലെസ്, താങ്ക് യു എല്ലാവർക്കും. ചേച്ചി ഒരു മിനിറ്റ് വായിച്ചു നോക്കട്ടെ. ചേച്ചിയെ കണ്ടാൽ ഒരു പക്ഷേ ഈ ലൈവ് കാണുന്ന എല്ലാവരുടെയും ടെൻഷൻ മാറും. ആണോ? സീരിയസ്ലി? അയ്യോ, അങ്ങനെ ഒരു ഭാഗ്യം കൂടി എനിക്ക് തരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതും എൻ്റെ ഒരു ഭയങ്കര ഒരു പ്രിവിലേജ് ആയിട്ട് ഞാൻ കാണുന്നു. ഡെഫിനറ്റ്ലി ഞാൻ അങ്ങനെ ഒരാളാണ്. ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും ടെൻഷനുണ്ട് ലൈഫിൽ അല്ലേ, ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിൽ പല രീതിക്കും. പക്ഷേ ഒരു മിനിറ്റ് ഒന്ന് വിയർപ്പ് ഉടച്ചോട്ടെ. പക്ഷെ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒരാൾക്ക് എനിക്കൊരു പോസിറ്റീവ് തോട്ട് അല്ലെങ്കിൽ ഒരു സന്തോഷം അല്ലെങ്കിൽ അവരുടെ ആ ഒരു അപ്പോഴത്തുണ്ടായിരുന്ന ഒരു വിഷമവും ടെൻഷനും ഒക്കെ മറക്കാൻ പറ്റുന്നതെന്ന് പറയുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അതെൻ്റെ ഒരു പ്രിവിലേജ് ആയിട്ട് കാണുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. ഇത് പറഞ്ഞത് കിഷോർ. താങ്ക് യു സോ മച്ച് കിഷോർ. അങ്ങനെ തോന്നിയെങ്കിൽ താങ്ക് യു സോ മച്ച്. ഡെഫിനറ്റ്ലി ഞാനും ഈ പറഞ്ഞ പോലെ ഞാൻ സംസാരിക്കുന്ന ആൾക്കാർക്ക് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ ഞാനൊരു പോസിറ്റീവ് പേഴ്സണാണ്. സോ ഡെഫിനറ്റ്ലി ഞാനും വേറൊരാൾക്ക് ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാൻ പാടുള്ളൂ, ഞാൻ നെഗറ്റീവ് കൊടുക്കാൻ പാടില്ല. സോ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്, ലൈഫിനെ ഭയങ്കര പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ്. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു തോട്ട് എനിക്ക് തരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാഗ്യം. താങ്ക് യു. പിന്നെ അനീഷ് പറയുന്നു ഹായ് ആനിവേഴ്സറി ആശംസകൾ അറിയിക്കണേ. ഡെഫിനറ്റ്ലി ശരത്ത്, ഞാൻ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തും പറഞ്ഞേക്കാം ആനിവേഴ്സറി. അച്ചൂസ് ഹായ് ശാലിനി കുട്ടി, നിതിൻ, അരുൺ, അങ്ങനെ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഹാർട്ടൊക്കെ ഹായ് എല്ലാവർക്കും തിരിച്ച് ഹാർട്ട്. സോറി ഒരു മിനിറ്റ്. ഓക്കെ, തിരിച്ച് ഹാർട്ട്, എൻ്റെ ഹാർട്ട്. ഓക്കെ, എല്ലാവരും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ആണല്ലോ എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. And hi Jaykumar, hi Vishnu. Okay Appu, see you later. I am in office. I got your notification, that's why I rushed. Oh, thank you so much അജീഷ്. ഇതുപോലെ കുറച്ച് പേരുണ്ട്, ഞാൻ സത്യം അജീഷിനൊന്നും കണ്ടിട്ട് പോലുമില്ല, പക്ഷെ അത്രയ്ക്ക് നമ്മളെ ഓരോ പോസ്റ്റിലും ഓരോ കാര്യത്തിലൊക്കെ സപ്പോർട്ട് ചെയ്ത് നല്ല കമൻസ്. സോ താങ്ക് യു സോ മച്ച് അജീഷ്, താങ്ക് യു. പിന്നെ അഖിൽ, അസ്ലു എന്തുണ്ട്, വെക്കേഷൻ എന്താണ് പരിപാടി? ഓക്കെ ലേറ്റർ. ഓക്കെ, ദെൻ രാമു, കുറേ പേരുണ്ട് കേട്ടോ മെസ്സേജ് അയച്ചിട്ട്. നൈസ് ലുക്ക് യാർ. ഓ താങ്ക് യു സോ മച്ച് സിദ്ദിഖ്, താങ്ക് യു. ഞാൻ പറഞ്ഞു എൻ്റെ അമ്മേൻ്റെ സാരിയാണ്, ബ്ലൗസ് എൻ്റെയാ, അമ്മേൻ്റെ സാരിയാണ്, അമ്മ ഇപ്പം ഇല്ല. സോ ഞാൻ എടുത്ത് ചുമ്മാ കൊടുത്തതാ. ഇതൊക്കെ കുറേ അത്യാവശ്യം ഇങ്ങനത്തെ ഇതൊക്കെ ഇപ്പോഴൊക്കെ ട്രെൻഡിങ് ആണ് കേട്ടോ. പക്ഷെ ഇത് എൻ്റെ ഒരു ഓർമ്മയിൽ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഉള്ള സാരിയാ. ഇതൊക്കെ എംബോസ്ഡ്, ഇതൊക്കെ സ്റ്റിച്ചിങ് മറ്റേ എംബ്രോയിഡറിയാ, മറ്റേ ഇങ്ങനെ ഹാൻഡ് മെയ്ഡ് ഹാൻഡ് എംബ്രോയിഡറി അല്ലേ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാ. ഇതൊക്കെ ഇപ്പൊ ട്രെൻഡാ. ഓ ഇവിടെ കുറച്ച് കീറി പോയിട്ടുണ്ട്, ഞാൻ പറഞ്ഞേ നല്ല പഴയ സാരിയാണ്, പക്ഷെ കാണിച്ചാലേ കാണുള്ളൂ, അല്ലെങ്കിൽ കാണൂല്ലല്ലോ. അപ്പൊ ഇതിപ്പോ ഓർഗൻസ മെറ്റീരിയൽ ഭയങ്കര ട്രെൻഡിങ് ആണ്, ഇതുപോലെ വർക്കൊക്കെ ചെയ്ത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പുതിയതല്ല, ബിക്കോസ് ഞാൻ അത്യാവശ്യം കുറച്ച് വണ്ണമൊക്കെ ഉള്ളതുകൊണ്ട്
ഞാൻ ഇങ്ങനത്തെ ഓർഗൻസ മെറ്റീരിയൽസ് യൂസ് ചെയ്യില്ല, കുറച്ച് വണ്ണം തോന്നും. പക്ഷെ എനിക്കിത് അത്യാവശ്യം നല്ല ഒതുങ്ങി കിട്ടിയിട്ടുണ്ട് ഞാൻ ഉടുത്തപ്പോൾ. സോ മേ ബി ഞാൻ പുതിയൊരു എണ്ണം ഓർഗൻസ വാങ്ങിക്കാൻ സാധ്യതയുണ്ട്. കാരണം ആ ഒരു തെറ്റായ ധാരണ മാറി. കാരണം ഓർഗൻസ സാരി ഉടുക്കുമ്പോൾ കുറച്ച് വണ്ണം തോന്നും എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഉടുത്തിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല. സോ മേ ബി ഞാൻ ഒരെണ്ണം വാങ്ങിക്കുമായിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. അപ്പം നൈസ് ലുക്കിന് താങ്ക് യു സോ മച്ച്. പിന്നെ കുറേ ഹാർട്ട് വന്നിട്ടുണ്ട്. ഒരു പൊട്ടിൻ്റെ കുറവുണ്ട് ചേച്ചി. അതെന്താണെന്നറിയോ, ഞാൻ ഈ ഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ കൊണ്ടുവന്ന ഡ്രസ്സ് ഇടണോ, കാരണം ഞാൻ ഈ ബ്ലൗസൊക്കെ ഞാൻ കൊണ്ടുവന്നത്, വേറെ കുറച്ച് സാരീസും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഏതിടണം എന്നൊരു ചെറിയ കൺഫ്യൂഷൻ എനിക്കുണ്ടായി, മനസ്സിലായോ? അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ വല്ല വെച്ചിട്ടുണ്ട്. അങ്ങനെ തപ്പുമ്പോഴാണ് ഇത് കിട്ടിയത്. അപ്പോൾ ഇത് ഉടുത്തൊന്ന് സെറ്റാക്കാൻ കുറച്ച് സമയം എടുത്തു. അപ്പോൾ ഞാൻ നിങ്ങളടുത്തൊക്കെ 3 o'clock ലൈവ് വരും എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ജോയിൻ ചെയ്ത 3:10 അപ്പം ഞാൻ കുറച്ച് ഹറിബറിയിൽ ഡ്രസ്സ് ചെയ്ത് മേക്കപ്പ് ചെയ്തൊക്കെ ഓടിയതാണ്. അപ്പോഴും ഞാൻ പൊട്ട് വെക്കാൻ മറന്നുപോയി. സത്യം അതാണ്. ഒരു കറുത്ത പൊട്ടും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. എന്തായാലും അടുത്ത പ്രാവശ്യം ഞാനിത് ശ്രദ്ധിക്കാം കിഷോർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, എന്തൊക്കെ ശ്രദ്ധിക്കുന്നു നോക്കൂ. അതാണ് അല്ല, ഡെഫിനറ്റ്ലി വേണം, നല്ല അഭിപ്രായങ്ങളാണ്. പിന്നെ ഞങ്ങളോടുള്ള ഈ സ്നേഹം ഞങ്ങൾ എന്നും പ്രതീക്ഷിക്കുന്നു ചേച്ചി. ഓ താങ്ക് യു. അത് എന്താണെന്നറിയോ, അത് ഞാൻ എന്നെ തന്നെ പുകഴ്ത്തി പറയുന്ന പോലെ ആയിപ്പം. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, ഞാൻ ഇങ്ങനെയാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ എനിക്കാണ് സാധാരണ പണി കിട്ടാറ്. ഇതിൽ എന്നെ പേഴ്സണലി അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക ഞാൻ പറയുന്നത് സത്യമല്ലേ എന്ന്. ഞാൻ എല്ലാവരെയും പെട്ടെന്ന് അത്യാവശ്യം ഈ പറഞ്ഞ പോലെ വിശ്വസിക്കും. ഇങ്ങനെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എൻ്റെ മനസ്സിലൊന്നും ഞാനങ്ങനെ ഒളിച്ചു വെച്ചിട്ട് പുറത്ത് വേറെ അകത്ത് വേറെ അല്ല. ഞാൻ എന്താണോ ഈ കാണുന്നത്, ഈ സംസാരിക്കുന്ന സെയിം. പക്ഷേ ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പണി കിട്ടാറുണ്ട്, പണി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നന്നാവും എന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും അറിയുന്നവരുടെ അടുത്തൊക്കെ പറയുന്നു. എങ്കിലും വീണ്ടും വേറെ കുറേ നമ്മൾ പരിചയപ്പെടുന്ന ആൾക്കാരുടെ അടുത്തുള്ള സ്നേഹവും അവർ കാണിക്കുന്ന സ്നേഹവും ഫ്രണ്ട്ഷിപ്പും ഒക്കെ കാണുമ്പോൾ ഞാൻ ആത്മാർത്ഥമാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഞാനും എൻ്റെ ശരിക്കും ഇത് കാണിക്കും. അവസാനം പണി കിട്ടാറുണ്ട്. പക്ഷെ ഇല്ല, ഒരിക്കലും ഞാൻ മാറില്ല. ഞാൻ ഇങ്ങനെ തന്നെയാണ്, ഞാൻ ഇങ്ങനെ തന്നെ ആയിരുന്നു. ഇതിൽ ഞാൻ എന്താ പറയുക, സിനിമയോ അല്ലെങ്കിൽ സീരിയലോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനെയാണ്. ഇതൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴും ഞാൻ ഇങ്ങനെയാണ്. ഡെഫിനറ്റ്ലി ഇനിയും ഞാൻ അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങളും ഈ പറയുന്ന പോലെ എനിക്കിപ്പോൾ സപ്പോർട്ട് തരുന്ന പോലെ നിങ്ങളും അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കണം. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് കിഷോർ. ഹായ് അഭിജിത്ത്. ഹായ് അപ്പർണ, ഹൗ ആർ യു? ഐ എം ഗുഡ് അഭിജിത്ത്, ഐ എം ഡൂയിങ് ഗുഡ്. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, പക്ഷേ ഞാൻ അതിനൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. താങ്ക് യു. ഹായ് ജോസഫ്. ഹായ് സുധാ. ഹായ് സുദർശൻ ഡാൻസർ. ഹായ് ദിലീപ്. ഹായ്. സത്യമാണ്. എന്താണ് സത്യം? അഭിജിത്ത്, എന്താണ് സത്യമാണ് എന്ന് പറഞ്ഞത്? അത് എന്താണെന്ന് സത്യമാണെന്നുള്ള എല്ലാവർക്കും മനസ്സിലാവണം. വെറുതെ സത്യമാണെന്ന് പറഞ്ഞാൽ ഞാൻ ഏത് കാര്യത്തിനെ പറ്റി പറഞ്ഞാൽ സത്യം എന്ന് അവർക്ക് അറിയില്ലല്ലോ. എന്താണ് സത്യം എന്നും കൂടെ മെൻഷൻ ചെയ്യണേ. ഷിബു, അനൂപ്, ദ ഫുഡി ട്വീൻ. ഹായ് അനൂപ്. പിന്നെ വീണ്ടും കിഷോർ വീണ്ടും ഇട്ടിട്ടുണ്ട്. ചേച്ചിയുടെ ഈ ലൈവ് കാണുന്നവർക്കെല്ലാം മനസ്സിലാവും ചേച്ചി നിഷ്കളങ്ക. ഓ താങ്ക് യു സോ മച്ച്. ഇല്ല, എനിക്ക് അങ്ങനെ അറിയില്ല. പക്ഷെ സത്യം, അഭിനയം ഡെഫിനറ്റ്ലി ചെയ്യാം. നമ്മൾ ഒരു ക്യാമറേൻ്റെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് തരുന്ന റോൾ എന്താണ്, അതും ഞാൻ നേരത്തെ പറഞ്ഞു വന്ന അതായിരുന്നു. ഞാൻ ഉർവശി ചേച്ചീൻ്റെ കാര്യമൊക്കെ പറഞ്ഞ അതാ. എനിക്ക് ശരിക്കും എന്താ പറയുക, ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഞാൻ ആരാധിക്കുന്ന ഒരുപാട് ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസ് ഉണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും വേറൊരാളിനെ പോലെ അനുകരിച്ച് എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യാൻ നിൽക്കാറില്ല. അത് എന്ത് ചെറിയതോ വലുതോ ആണെങ്കിലും ഡെഫിനറ്റ്ലി ഞാൻ ആ സിറ്റുവേഷനിലാണെങ്കിൽ എന്ത് ചെയ്യും അതാണ് ഞാൻ ചെയ്യണത്. ആക്ടിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്യാമറ. ഓക്കെ, ഇപ്പോൾ ഞാൻ ആസ് അപർണ വിവേക് ഒരു സാധാരണ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ചേച്ചിയോ ഒരു വൈഫ്, ഒരു മകൾ, ഒരു മരുമകൾ എന്നുള്ള ഒരു കാറ്റഗറിയിലാണ്. അതിൽ ഞാൻ ഈ പറയുന്നതിലും ചെയ്യുന്നതിലും ഒന്നും ഒരു കള്ളത്തരങ്ങളുമില്ല.
ഞാനായിട്ട് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ പോകുന്ന. ക്യാമറയിൽ ഡെഫിനറ്റ്ലി നമ്മുടെ പാർട്ട് ഓഫ് ജോബ്. നമുക്ക് തരുന്ന ക്യാരക്ടർ എന്താണ്, ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന എന്താണ്, നമ്മൾ കൊടുക്കണം. അത്രേ ഉള്ളൂ. ഇവിടെ കുറച്ചൊന്ന് ഇരുണ്ടിട്ടുണ്ട്, ചിലപ്പോൾ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് കിഷോർ അഗെയിൻ ഇത്രയും നല്ല കമൻറ്റ് തന്നതിൽ. മൂർത്തി, റിബിൻ, ഗോപി കൃഷ്ണൻ, ജയ്സൺ, ശ്രീ സെൽവ, അഭിജിത്ത്, വിജയ്, ഷഹീർ, കുറേ പേര് കയറിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഒന്ന് അബുദാബി നിന്നും ലൈവ് കാണുന്നു മഹാരാജ്. ഓ താങ്ക് യു സോ മച്ച് മഹാരാജ്, താങ്ക് യു സോ മച്ച്. മലയാളി മോഡൽ, പിന്നെ കുറേ പേരുണ്ട്. വീണ്ടും കിഷോർ വരുന്നുണ്ട്. ഒരു പൊട്ടിൻ്റെയും ഒരു മാലയുടെയും കുറവുണ്ട് ചേച്ചി. അതെന്നാന്നറിയോ, ഇല്ല മാല ഞാൻ പൊതുവേ യൂസ് ചെയ്യാറില്ല, അതാണ്. അത് മറന്നുപോയതല്ല കേട്ടോ, മാലയുടെ കാര്യം ഞാൻ മറന്നുപോയതല്ല. ഞാൻ പൊതുവേ മാല യൂസ് ചെയ്യാറില്ല. ഒന്ന്, എനിക്ക് തൈറോയിഡും ഇഷ്യൂ ഉള്ളത് കാരണം എൻ്റെ കഴുത്തിൽ കുറച്ചൊരു ഡാർക്ക്നെസ് ഉണ്ട് സ്കിൻ. അപ്പോൾ നമ്മൾ മാല കൂടി യൂസ് ചെയ്യുമ്പോൾ എനിക്ക് മാല ഭയങ്കര ഇറിറ്റേഷനാണ്. ഞാൻ പെട്ടെന്ന് അത്യാവശ്യം ഫേസും കഴുത്തൊക്കെ അത്യാവശ്യം സ്വെറ്റ് ചെയ്യുന്ന ഒരാളാണ്, പെട്ടെന്ന് സ്വെറ്റ് ചെയ്യും. ഫാനോ എ സിയോ ഒക്കെ ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ മാലയും കൂടി ഇടുമ്പോണ്ടല്ലോ, നമ്മൾ വിയർക്കുമ്പോൾ ഒക്കെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നുന്നതുകൊണ്ട് ഞാൻ മാല യൂസ് ചെയ്യാറില്ല. മാല അതാണ് എൻ്റെ കഴുത്തിൽ മാല കാണാത്തത്, ഞാൻ മാല യൂസ് ചെയ്യാറില്ല. പക്ഷെ പൊട്ട് ഡെഫിനറ്റ്ലി യെസ്, ഞാൻ മറന്നുപോയതാണ്. ഞാൻ ഓടി വെപ്രാളത്തിൽ, കാരണം മുകളിൽ താഴെ വന്നിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഞാൻ വെളിയിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്, ഓക്കെ, മുറ്റത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ വെളിയിൽ വന്നത് കാരണം നാച്ചുറൽ ലൈറ്റ്, നമ്മൾ എപ്പോഴും മറ്റേ റിംഗ് ലൈറ്റിൻ്റെ മൂട്ടിൽ നിൽക്കുമ്പോൾ ശരിക്കും നമ്മുടെ നാച്ചുറലി നമ്മളെങ്ങനെയാണ് എന്നൊക്കെ ഉള്ള കുറേ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. സോ അതുകൊണ്ട് ഞാൻ നാച്ചുറൽ ലൈറ്റ്, അത്യാവശ്യം നല്ല വെയിലായിട്ട് ഇരുന്നപ്പോഴാണ് ഞാൻ വന്നത്. പക്ഷെ ഇപ്പോൾ ഒന്ന് കുറച്ചൊരു മഴ വരാൻ സാധ്യതയുള്ള പോലെ ആയിട്ടുണ്ട് മേഘം. സോ അതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ ഞാൻ ഡെഫിനറ്റ്ലി മാലയിടാം. ഞങ്ങളെ നാട്ടിൽ മഴ ആണോ? മഹാജ് എവിടെയാണ് നാട് പറയൂ. തിരുവനന്തപുരത്ത് മഴയുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. പിന്നെ എന്താ വിശേഷം? ഇയാൾ നാട്ടിൽ എവിടെയാണ്? ഞാൻ നാട്ടിൽ ട്രിവാൻഡ്രത്താണ് ജനിച്ചു വളർന്നത്. ഇതെന്താ എനിക്കെന്താന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഷിജിൻ എന്തോ മെസ്സേജ് ഇട്ടു, എനിക്ക് മനസ്സിലായില്ല. നാട് എവിടെയാണ്? നാട് കേരളം, ട്രിവാൻഡ്രത്താണ്. കുറച്ച് കറുത്ത പൊട്ട് ചേച്ചിക്ക് നന്നായി ചേരും. താങ്ക് യു സോ മച്ച് കിഷോർ. അടുത്തതിന് ഞാൻ ഉറപ്പായിട്ട് വെക്കാം കേട്ടോ. ഞാൻ കൊല്ലം. ഓക്കെ, താങ്ക് യു. Hi ma'am, looking forward for your upcoming projects. Thank you so much, Friends Media, Ajish, thank you. അരയാലിൻ്റെ ഇല ആണോ? എന്താണെന്ന് ഒന്നും മനസ്സിലായില്ല ചേട്ടൻ എന്താണ് അരയാലിൻ്റെ ഇലയാണോ, ടാറ്റു ആണോ ചോദിക്കുന്നത്? ടാറ്റു അരയാലിൻ്റെ ഇലയല്ല. ടാറ്റു ഇസ് ഫെയറി, ഇങ്ങനെ മാജിക്കൽ സ്പെൽ വരുന്നതാണ്. ഓക്കെ, ആൻഡ് ഇതൊരെണ്ണം കൂടിയുണ്ട്. സോറി, ഓക്കെ, ഒരു ടാറ്റുവും കൂടിയുണ്ട്. ദാറ്റ് ഈസ് കാണുന്നുണ്ടോ? ഫീനിക്സ് പക്ഷി. തിരിച്ചാണ് ഇങ്ങനെ വരും, പക്ഷെ എനിക്ക് കാണിക്കാൻ പറ്റില്ല. സോ തലകുത്തനെ കാണാമല്ലോ, ഫീനിക്സ്. അങ്ങനെ 2 ടാറ്റു ഉണ്ട് കേട്ടോ. തരുൺ സുന്ദരിയായല്ലോ. അപ്പം ഞാൻ നേരത്തെ സുന്ദരി അല്ല എന്നാണോ തരുൺ ഉദ്ദേശിച്ചത്? താങ്ക് യു സോ മച്ച്. അത് ഞാൻ ചുമ്മാ പറഞ്ഞത്. താങ്ക് യു. ഓക്കെ, ഇപ്പോൾ അബുദാബി ആണ്, ബട്ട് നാട്ടിൽ മഴ. ഓക്കെ, ഫൈൻ. ഓക്കെ, മുകേഷ്, പിന്നെ അരവിന്ദ്, മുകേഷ്, ഹായ് മുകേഷ്. എൻജോയ് ഹോളിഡേയ്സ്. ഹായ് പ്രവീൺ, ഹായ് അരവിന്ദ്, ഹായ് അക്ക, ഹായ് ഷിബു. ഫുഡ് കഴിച്ചോ? ഷിബു, നല്ല ക്വസ്റ്റ്യൻ. ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചില്ല ഷിബു. കാരണം ഭയങ്കര ചൂടാണ്. ഈ ചൂട് സമയത്ത് നമ്മൾ വെള്ളം കുടിച്ച് ഒരവസ്ഥയാവും എന്ന് പറഞ്ഞിട്ടില്ലേ, അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ. സോ അതാണ് എൻ്റെ അവസ്ഥ. രാവിലെ ഫുഡ് കഴിച്ചു, അത് കഴിഞ്ഞിട്ട് കുറേ മാത്രം ചൂട് വെള്ളം, അങ്ങനെ വെള്ളം കുടിച്ച് എൻ്റെ വിശപ്പ് പോയി. സോ ഞാൻ ഉച്ചക്കത്തുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇവിടെ എല്ലാവരും കഴിച്ചു. എൻ്റെ ഫേവറേറ്റ് കറിയൊക്കെ ഉണ്ടായിരുന്നു. ചക്ക മറ്റേ
എന്താ പറയുക, ചക്ക വിളഞ്ഞ് കുഞ്ഞി ചക്കയില്ലേ, കുഞ്ഞിച്ചക്ക, ചക്കക്കണ്ടൽ സാമ്പാർ, പിന്നെ ചക്ക കൊണ്ട് ഉപ്പേരി, അതായത് തോരൻ നമ്മുടെ. അങ്ങനെ എൻ്റെ ഫേവറേറ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് കഴിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഞാൻ കഴിച്ചില്ല. ഇത് ഫുൾ വെള്ളം. താങ്ക് യു സോ മച്ച് ഫോർ ആസ്കിങ് എനിവേ ഷിബു. പിന്നെ സുമേഷ് ദിലീപ്, ഹൗ ആർ യു, എൻജോയ് ഹോളിഡേസ്, ഹൗ ആർ യു? ഐ എം ഗുഡ്. ഹൈ. എന്നെ എന്നെ ഫ്രണ്ട് ആക്കണേ. അഗെയിൻ എൻ്റെ അടുത്ത് എല്ലാവരും എന്നെ കുറ്റം പറയല്ല, എൻ്റെ അടുത്ത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഈ ഫ്രണ്ട് ആക്കണേ എന്നുള്ള സംഭവം. ഓക്കെ, ശരിക്കും ഞാൻ ഇതിന് മുമ്പ് ലൈവ് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ പറയുന്ന ശ്രീനൊക്കെ തന്നെ എനിക്ക് കുറേ അറിയാം, പക്ഷെ ചോദിച്ചു നോക്കൂ, ഞാൻ ഇപ്പോഴും ഫ്രണ്ട് ആക്കിയിട്ടില്ല. പക്ഷേ ഞാൻ ശ്രീ എനിക്കിടുന്ന കമൻസും എല്ലാം ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ ഫ്രണ്ട് ആക്കാത്ത പക്ഷെ എനിക്ക് പേഴ്സണലി അറിയുന്ന ആൾക്കാരെയാണ് ഞാൻ ഫ്രണ്ട്സിലേക്ക് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്, വേറെ ഒന്നും വിചാരിക്കാതെ. പക്ഷെ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഉള്ള സ്നേഹം സംഭവങ്ങളൊക്കെ അതവിടെ തന്നെയുണ്ട്. ഓക്കെ. പിന്നെ കിഷോർ നാട്ടിൽ എവിടെയാണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, ട്രിവാൻഡ്രത്താണ്. ഹായ് അക്ക, ഹായ് ഹായ്, ഹൗ ആർ യു? ഐ എം ഗുഡ്. പിന്നെ വിപിൻ, പിന്നെ തല കുത്തി നിർത്തണം. എനിക്കൊന്നും മനസ്സിലായില്ല. തലകുത്തി നിർത്തണം എന്നോ? ഓ, എൻ്റെ ഇത് കാണാനാണോ? വേണ്ട, ഞാൻ ഫോട്ടോ ഇടാം. എവിടെ വർക്ക്? ഞാൻ ആർട്ടിസ്റ്റാണ്, പക്ഷേ ട്രിവാൻഡ്രത്ത് ടെക്നോ പാർക്കിൽ ഒരു കമ്പനിയിൽ, IT കമ്പനിയിൽ AI മാനേജർ കൂടിയാണ്. ലവ് യു ഒക്കെ. താങ്ക് യു സോ മച്ച്. അരുൺ, വല്ലപ്പോഴും ഒക്കെ ലൈവ് വരണേ. അരുൺ, ഞാൻ ശരിക്കും വരാറുണ്ട് ലൈവ്, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ നിങ്ങളടുത്ത് പങ്കുവെക്കാൻ. ചിലപ്പോൾ വെറുതെ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു വിഷുവിൻ്റെ സമയത്ത് ലൈവ് വന്നില്ല, പക്ഷെ അതിന് മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ. എപ്പോഴൊക്കെ ഞാൻ ലൈവ് വന്നു. ആത്മസഹോ റിലീസ് ചെയ്യുന്നതിന് മുന്നേ പറഞ്ഞ് ഷോർട്ട് ഫിലിമിൻ്റെ അനൗൺസ്മെൻറ്റിന് ഇതുപോലെ വന്നു. ലൈവ് വരാറുണ്ട്. മേ ബി അരുൺ എന്നെ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ ഉറപ്പായിട്ടും വരാം. ഓക്കെ. പിന്നെ പ്ലേസ് എവിടെയാണ്? ഓൾറെഡി പറഞ്ഞു, കേരളം, ട്രിവാൻഡ്രം. തരുൺ, അയ്യോ അല്ല, അയ്യോ അങ്ങനെയല്ല, സീരിയലിൽ സുന്ദരി ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഓ, അയ്യോ ഞാനും ചുമ്മാ തമാശ പറഞ്ഞതാണ്, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. സുന്ദരി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴെന്നല്ല, എപ്പോഴാണെങ്കിലും സുന്ദരി ആയിട്ടുണ്ടെന്നല്ല പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. കോംപ്ലിമെന്റ്സ് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. താങ്ക് യു. പിന്നെ രാജ്, സുനിൽ, വേറാരോ, എൻജോയ്. തടി കുറയ്ക്കുക. എൻ്റെ പൊന്നു ചേട്ടാ, വേണമെന്ന് വെച്ചിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന തടിയല്ല, സത്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് തൈറോയിഡ് ഉണ്ട്. ഓക്കെ, തൈറോയിഡ് ഉണ്ട് എന്ന് വെച്ചാൽ തൈറോയിഡ് ഡെഫിഷ്യൻ്റ് ആണ് ഞാൻ. സോ എൻ്റെ ഹോർമോണൽ ഇംബാലൻസ് ആണ് ഞാൻ വണ്ണം വെക്കുന്നത്. പക്ഷെ ഞാൻ അത്യാവശ്യം നല്ലോണം ഡയറ്റും ഫുഡ് കൺട്രോളും ഡയറ്റും എക്സസൈസ് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ ഞാൻ ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ ശരിക്കുള്ള വണ്ണം. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇത് തന്നെ ഞാൻ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിൻ്റെ കഷ്ടം എനിക്കറിയാം, പിന്നെ എൻ്റെ വീട്ടുകാർക്കും അറിയാം, എൻ്റെ ഫ്രണ്ട്സിനറിയാം, ഒരു പരിധി വരെ എൻ്റെ ഫ്രണ്ട്സിനും അറിയാം. വേണമെന്ന് വെച്ചിട്ടല്ല കേട്ടോ, എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ആണ്. പക്ഷെ ഞാൻ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്, കുറയ്ക്കാനും നോക്കുന്നുണ്ട്. താങ്ക് യു. പിന്നെ ഗോകുൽ, പിന്നെ എങ്കിൽ ആക്കണ്ട, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ചേച്ചി ചേച്ചി പൊന്നിൻ കൂടത്തിന് എന്തിനാ പൊട്ടില്ലെങ്കിലും ചേച്ചിയെ കാണാൻ നല്ല ഭംഗിയാ. താങ്ക് യു സോ മച്ച് അരുൺ. താങ്ക് യു. ഞാൻ ഫേക്ക് അല്ല. ഐ നെവർ സേഡ് എനിവൺ ഈസ് ഫേക്ക്. പക്ഷെ കുറേ ഫേക്ക് വരാറുണ്ട് നമുക്ക്, മെസ്സേജസും എല്ലാം. അതുകൊണ്ട് അത് ട്രസ്റ്റ് ഇഷ്യൂസ് ആണ്. നമുക്ക് കുറേ പേരങ്ങനെ നമ്മൾ വിശ്വസിച്ചിട്ട് പറ്റിക്കപ്പെടുമ്പോൾ യാദൃശ്യമാണല്ലോ, സ്വാഭാവികമാണല്ലോ, യാദൃശ്ചികമല്ല, സ്വാഭാവികമാണല്ലോ നമ്മൾ എല്ലാവരെയും സംശയിക്കാം എന്നുള്ളൊരു സാധനം. പോട്ടെ, ഞാൻ നിങ്ങൾ ഫേക്കാന്ന് പറഞ്ഞില്ല. ഓക്കെ, താങ്ക് യു. സ്വെറ്റിംഗ് ആണല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ചൂടാണ് കോഴിക്കോട്, ഒരു രക്ഷയില്ല. ട്രിവാൻഡ്രത്ത് ഇത്രയും ചൂടില്ല, എസ്പെഷ്യലി എൻ്റെ വീട്ടിൽ ഇത്രയും ചൂടില്ല കേട്ടോ. ഇവിടെ ഭയങ്കര ചൂട്. ഞാൻ ഇങ്ങനെ തലേന്നൊക്കെ വിയർത്തിങ്ങനെ ഒഴുകുന്നു. പിന്നെ മഴ വരുന്നുണ്ട്, പക്ഷെ മഴ പെയ്യുന്നില്ല, അപ്പം അതിൻ്റെയും കൂടെ കുറച്ച് ചൂടുണ്ട്. പിന്നെ അപ്പോൾ എന്താ ഓൾ വലിയ ആൾ ആണ്. ആരാ, എന്താ, ഒന്നും എനിക്ക് മനസ്സിലായില്ല മഹാരാജ്. ഓക്കെ,
കൂടുതൽ ഉയർ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. എൻജോയ് ഹോളിഡേയ്സ് ഫോർ ദ മെസ്സേജ്. ഇയാൾ സീരിയൽ താരം ആണോ? ഞാൻ സീരിയൽ താരം ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ താരം അല്ല. എവിടെയും ഞാൻ താരമായിട്ടില്ല. അത് സീരിയലിലൊന്നല്ല, സിനിമാ താരം എന്നും താരം ആയിട്ടില്ല. താരം മീൻസ് സ്റ്റാർ. ഓക്കെ, സ്റ്റാർഡത്തിലേക്കൊക്കെ എത്താൻ ഇനിയും ഒരുപാട് പടികൾ കയറണം. ഞാൻ അത് എത്തിയിട്ടില്ല. ഞാൻ മേ ബി ആ ഏറ്റവും ആദ്യത്തെ പടിയിൽ ഇങ്ങനെ എന്നെ ഒന്ന് കയറ്റുമോ, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ കയറി പോവാൻ നിൽക്കുന്ന ഒരാളുണ്ടല്ലോ, അതുവരെ ഞാൻ എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് സ്റ്റാറൊന്നുമല്ല. ഞാൻ സീരിയൽ ചെയ്തിട്ടുണ്ട്, 2 സീരിയൽ ചെയ്തു, ഒരു സിറ്റ്കോം ചെയ്തു, സുരഭി സുഹാസിനി, സൂസു, നിങ്ങൾക്കൊക്കെ അറിയാം. ശരിക്കും സൂസു ആണ് ഞാൻ സീരിയലിൽ അല്ലെങ്കിൽ ടി വി മീഡിയയിൽ ആദ്യം ചെയ്തത് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ദൂരദർശന് വേണ്ടിയിട്ട് ഭദ്ര എന്ന് പറയുന്ന ഒരു സീരിയലായിരുന്നു. അത് അനില ശ്രീകുമാർ സർ, അതിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അതിൽ അനില ശ്രീകുമാറാണ് അതിൽ മെയിൻ ക്യാരക്ടർ ചെയ്തത്. അതിൽ ഞാനൊരു വേഷം ചെയ്തിരുന്നു. അത് 9th സ്റ്റാൻഡേർഡിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ നെഹി പറഞ്ഞു. ബിക്കോസ് അച്ഛനും അമ്മയും വന്ന് ഷൂട്ടിംഗ് സെറ്റിൽ നിൽക്കണം, അവർക്ക് ബുദ്ധിമുട്ടാണ് അത്, അങ്ങനെ വർക്കിങ്ങിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ അങ്ങനെ. പിന്നെ അഭിനയിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ടിക്ടോക്ക് ഒക്കെ ചെയ്യുമായിരുന്നു. അഭിനയിക്കാനുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല സത്യം. ടിക്ടോക്ക് ചെയ്യുമായിരുന്നു. പിന്നെ കോവിഡ് ടൈമിലാണ് ശരിക്കും ഫസ്റ്റ് മൂവി ചെയ്യണത്, റൂട്ട് മാപ്പ്. അപ്പോൾ അത് ആണ് ശരിക്കും തുടങ്ങിയത്. കോവിഡ് ടൈമിലാണ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത്. റൂട്ട് മാപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ദി ഹോമോ സാപ്പിയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആന്തോളജി സബ്ജക്റ്റ്, അത് ചെയ്തു, മൂവിയാണ്. പിന്നെയാണ് 3ാമത്തെ സിനിമ ആത്മസഹോ ചെയ്യുന്നത്. ആത്മസഹോയിലാണ് ഞാൻ മഞ്ജു ചേച്ചി, അതായത് മഞ്ജു പത്രോസ് അല്ലെങ്കിൽ മഞ്ജു സുനിച്ചൻ, നിങ്ങൾക്കൊക്കെ അറിയുന്നത് മഞ്ജു ചേച്ചീനെ പരിചയപ്പെടാം. മഞ്ജു ചേച്ചി ഈസ് ലൈക്ക് ക്ലോസ് ടു മൈ ഹാർട്ട്. എൻ്റെ ചേച്ചീനെ പോലെയാണ്. മഞ്ജു ചേച്ചിയാണ് ശരിക്കും രാജേഷ് ഏട്ടൻ്റെ അടുത്ത് എന്നെ റെഫർ ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ സൂസൂല് വരുന്നത്. സൂസൂല് വന്നത് അഗൈൻ എന്നൊരു വേറൊരു ഫേസ് ആയിരുന്നു ശരിക്കും, ഭയങ്കര ഓപ്പർച്യൂണിറ്റി വൈസ് ആണെങ്കിലും എല്ലാം എനിക്ക്. അപ്പോൾ സൂസൂല് വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലവേഴ്സിൽ തന്നെ മാനത്തെ കൊട്ടാരം, പിന്നെ ഒരു സീരിയലും കൂടെ ചെയ്തു. അത് സി കേരളത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് പേര് മറന്നുപോയി, ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറന്നു. അത് 2 ചെയ്തു, 2 സീരിയൽസ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് സീരിയൽസ് ചെയ്തിട്ടില്ല. പിന്നെ ചെയ്യുന്നത് ഷോർട്ട് ഫിലിംസ് ആണ്. ഷോർട്ട് ഫിലിംസ് കുറേ അധികം ചെയ്തു കേട്ടോ. 18, പിന്നെ ചുംബന വിപ്ലവം എന്ന് പറഞ്ഞിട്ട് 1 ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കൗമുദിക്ക് വേണ്ടിയിട്ട് തന്നെ 2 ചെയ്തു. അതല്ലാണ്ട് ഇനി റിലീസ് ആവാനുണ്ട് ഷോർട്ട് ഫിലിംസ്. അപ്പം അങ്ങനെ ഷോർട്ട് ഫിലിംസ് കുറച്ചധികം ചെയ്തു. പിന്നെ സിനിമ അഗൈൻ കെയിം ബാക്ക്. 4ാമത്തെ സിനിമ നേരറിയും നേരത്താണ്. അടുത്ത മാസം 30ാം തീയതി റിലീസ് ആവുന്ന. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇതൊക്കെയാണ് എൻ്റെ വിശേഷം. അപ്പോൾ അതുകൊണ്ട് താരം ഒന്നുമല്ല, ഞാൻ സാധാരണ ഒരു അഭിനയ മോഹവുമായി, ലാലേട്ടൻ പറയുന്ന പോലെ സംഗീത മോഹവുമായി ഒരു സിംഹത്തിൻ്റെ മടയിൽ പോയി എന്നൊക്കെ പറയുന്ന പോലെ ഒരു അഭിനയ മോഹിയാണ്. ആഗ്രഹമുണ്ട്, പാഷനാണ്, അത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അവിടെ ആരോ വന്ന് ഒളിഞ്ഞു നോക്കിപ്പോയി. അമ്മയാണോ? അത് ഹസ്ബൻഡിൻ്റെ അമ്മയായിരിക്കും. എൻ്റെ അമ്മ മരിച്ചുപോയി 2020 കോവിഡ് ടൈമിൽ, ഫസ്റ്റ് വേവിൽ. ഇത് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പം മേ ബി എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയായിരിക്കും വന്ന് നോക്കിയിട്ട് പോയത്. ഞാൻ കുറച്ച് നേരം ആയല്ലോ ഈ ഒരുങ്ങിക്കെട്ടി ഇങ്ങനെ ഫോണും കൊണ്ട് ഇവിടെ വന്നത് സംസാരിക്കുന്നു. അപ്പം എന്തായി എന്നൊന്ന് നോക്കിയതായിരിക്കും. എന്തായാലും അത് ശ്രദ്ധിച്ചു അല്ലേ, ഞാൻ അറിഞ്ഞില്ല. ഓക്കെ, ശരി, പിന്നെ കാണാം. ഞാൻ ഡോക്ടർ കിരൺ. ഓ ഹായ് ഡോക്ടർ. പിന്നെന്താ ഈ എൻജോയ് ഹോളിഡേയ്സ് എന്നുള്ള ID? സോ എനിക്ക് പേരറിയാത്തതുകൊണ്ട് എൻജോയ് ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് വായിച്ചത് കേട്ടോ. സോ ഹായ് ഡോക്ടർ കിരൺ. ഹായ് രതീഷ്. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാൽ പേടിക്കും. കറക്റ്റ്, അതാണ്. ഈ പൂച്ച ഒരുപാട് വെള്ളത്തിൽ വീണു, അതാണ്. ഇപ്പോൾ ഒരു പ്രാവശ്യം തന്നെ പൂച്ച ചൂടുവെള്ളത്തിൽ വീണപ്പോൾ പിന്നെ ഒക്കെ പച്ചവെള്ളം കാണുമ്പോൾ അതിന് പേടിയായി അല്ലേ. പക്ഷെ ഞാൻ വീണ്ടും ചെന്ന് വീണു, അതാണ്. അപ്പോൾ ഇപ്പം നല്ല പേടിയാണ്, അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല കേട്ടോ. താങ്ക് യു. ഹായ് ഷെബിൻ. ഹായ് പ്രവീൺ. കിഷോർ എന്തോ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. വിഷുവിന്
കാണാൻ പറ്റാത്തതിൽ വളരെ വിഷമമുണ്ട്. ആ ശരിക്കും ഞാൻ വിഷുവിന് ലൈവ് വരണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ കുറച്ച് ഞാൻ പറഞ്ഞില്ല, ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പം അങ്ങനെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല ലൈവ് കേട്ടോ. ഓക്കെ, പിന്നെന്താ, ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. താങ്ക് യു സോ മച്ച്. എത്തും. ഓ താങ്ക് യു. പോസിറ്റീവ്, അതാണ് നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. ഹായ് പ്രവീൺ. സീരിയൽ വിട്ട് മൂവിയിൽ അഭിനയിക്കൂ പ്ലീസ്. അയ്യോ, ഞാൻ പറഞ്ഞു ഡോക്ടർ, ഞാൻ അങ്ങനെ സീരിയൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരാളല്ല. ഇപ്പം ഞാൻ സീരിയൽ ചെയ്തിട്ട് കുറേ ആയി. ഇപ്പം സിനിമ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു IT കമ്പനിയിൽ ഒരു AI അക്വിസിഷൻ മാനേജറായിട്ട് കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ എൻ്റെ ജോലി മെയിൻ അതാണ്. ഇത് എൻ്റെ പാഷൻ. എനിക്ക് പിന്നെ കുറച്ച് എന്താ പറയുക, ആക്ടിങ്ങിൽ സക്സസ്ഫുൾ ആവണം എന്നുണ്ട്. അങ്ങനെ ഞാൻ ചെയ്യുന്നതാണ്. പക്ഷെ എൻ്റെ ജോലി ശരിക്കും ഒരു AI അക്വിസിഷൻ മാനേജറാണ് കേട്ടോ. ഞാൻ ടെക്നോ പാർക്കിൽ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യണേ. അപ്പോൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യും. പിന്നെ അത്രേ ഉള്ളൂ. ടിക്ടോക്ക് നെയിം എന്താ നോക്കട്ടെ, UAയിൽ കിട്ടും. ടിക്ടോക്ക് ID ഇല്ല ഇപ്പോൾ ക്യാൻസൽഡ്. ടിക്ടോക്ക് ID എല്ലാം പോയി. ഇപ്പം എത്രയായി ടിക്ടോക്ക് പോയിട്ടുണ്ട്. അതിന് ശേഷമാണ് ശരിക്കും ഇൻസ്റ്റയിൽ ഇത്രയും ആക്റ്റീവ് ആയത് ഞാൻ, ടിക്ടോക്ക് ബാൻഡ് ആയപ്പോൾ. ഓക്കെ, പിന്നെ ഹായ് ഷിജിൻ. ഇപ്പോൾ ഏജ് എത്രയായി? ഓ ഷിജിൻ, പെൺകുട്ടികളടുത്ത് ഏജ് ചോദിക്കാൻ പാടില്ല എന്ന് അറിയില്ലേ? എത്ര ഏജ് നിങ്ങൾക്ക് തോന്നും എന്നെ കണ്ടാൽ അത്രയും ഏജാണ് എനിക്ക്. ഓക്കെ, താങ്ക് യു. പിന്നെ ഇതെവിടെയാ, വീടിൻ്റെ മുൻപിലാണോ നിൽക്കുന്നത്? യെസ്, ഇത് വീടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഇന്നലെയാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടോട്ട് വന്നത്. അപ്പോൾ വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. കുറച്ച് കാലൊക്കെ വേണിക്കുന്നുണ്ട് കേട്ടോ. അതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്കറിയാം. കാരണം ഇന്നലെ ആലോചിച്ച് നോക്കൂ, ഡ്രൈവ് ചെയ്തും കൂടെ വരുമ്പോഴേ, നമ്മൾ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്തൊക്കെ വരുമ്പോൾ നമ്മൾ ക്ഷീണം പിടിക്കും. കാരണം എൻ്റെ സിംബേനയും കൊണ്ടുവരണമായിരുന്നു. അവനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇത്രയും വരാൻ പറ്റില്ലല്ലോ. സോ അതുകൊണ്ട് ഞങ്ങൾ ഡ്രൈവ് ചെയ്താണ് വന്നത്. സോ അതിൻ്റേതായിട്ടുള്ള നല്ല കാലുവേദനയുണ്ട്. പിന്നെ ഞാനിപ്പോൾ കുറേ ആയാലും ഇങ്ങനെ നിൽക്കുന്നു. ആൻഡ് നിങ്ങളും അതുപോലെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിൽക്കണേ. അപ്പം എല്ലാവരും പോയി കഴിഞ്ഞാൽ ഞാൻ വെറുതെ നിന്ന് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ താങ്ക് യു. പിന്നെ ടിക്ടോക്ക് നെയിം പറ. ടിക്ടോക്ക് നെയിം മെറ്റാലിക് റോസ് എന്നായിരുന്നു. മെറ്റാലിക് റോസ്. അത് പക്ഷെ ഇപ്പം ആക്റ്റീവ് അല്ല, ഉണ്ടാവില്ല. അത് പോയിട്ടുണ്ടോ, ഞാൻ ഡീആക്ടിവേറ്റ് ചെയ്തു അത്. പിന്നെന്താ, ഹായ് കുറേ പേര് ഹായ് ഇടുന്നുണ്ട്. ഒരു ചിരിയുണ്ട്. ചേച്ചി ഒരു പാട്ട് പാടാമോ? കിഷോർ ഞാൻ മോശമല്ല പാടാൻ, കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ക്ലാസിക്കൽ ഡാൻസും ക്ലാസിക്കൽ മ്യൂസിക്കും പഠിച്ചിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം പല വേദികളിലും പാടാറുമുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് കുറച്ച് അസുഖമാണ്, വയ്യ എന്നൊക്കെ ഞാൻ പറഞ്ഞു. വെറുതെ പാടി എൻ്റെ ഫോളോവേഴ്സിനെ ഞാൻ ഓട്ടിക്കണോ? ഇല്ല, പോട്ടെ. ഞാനെന്തായാലും ജാട കാണിക്കുന്നില്ല. ഏതെങ്കിലും ഒരു പാട്ട് പാടാം. ഓക്കെ, ഏത് പാട്ട് പാടാം? മേ ബി ക്ലാസിക്കൽ ഏതെങ്കിലും ഒരു നമ്പർ പാടാം അല്ലേ? ഓക്കെ, കീർത്തനം പാടാം. ഓക്കെ, ദയവ് ചെയ്ത് എല്ലാ പേരും എന്നോട് ക്ഷമിക്കുക. ഓക്കെ, ഒരു റിക്വസ്റ്റ് ഒരാൾ ആദ്യമായിട്ട് പറഞ്ഞതുകൊണ്ട് ഞാനത് ചെയ്യാൻ ഉള്ള സാഹസം കാണിക്കുന്നേ ഉള്ളൂ. ഓക്കെ. വരവീണ മൃദുപാണി വാഗ്നരുഹലോ ചനുരാണി സുരുചിരഭം വരവേണി സുരനുത കല്യാണി നിരുപമ ശുഭ ഗുണലോലേ നിരത ജയാ വ്രതശീലേ വരദാ പ്രിയ രംഗനായകി വാചിത ബല നായകി സരസീജാ സന ജനനി ജയ 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 ജയവാണി. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. സത്യത്തിൽ എൻ്റെ തൊണ്ട അടച്ചിരിക്കുകയാണ്. തൊണ്ട അടഞ്ഞു പോവുകയും ചെയ്തു ഇടയ്ക്ക്. ഓക്കെ, അപ്പോൾ കിഷോർ, ഞാൻ ആ സാഹസം കാണിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ അടുത്ത് ഫസ്റ്റ് ആയിട്ടാണ് ഒരാൾ റിക്വസ്റ്റ് ചെയ്യണം കേട്ടോ പാടാൻ. അതുകൊണ്ടാണ് ഞാൻ ജാട കാണിക്കാത്തത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റിൽ പറയണേ പ്ലീസ്. ഓക്കെ.
അപ്പോൾ പ്രവീൺ, സുനീഷ്, അരുൺ എവിടെയെങ്കിലും വെച്ച് കാണാം. ശരി, ഓക്കെ ഡോക്ടർ, ഓക്കെ ഷുവർ. ഹായ് അപ്പർണ, ഹായ് സുനീഷ്, ഹായ് 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 ജേക്കബ് മാത്യു, ഹായ് ചന്തു, ഹായ് ഷിബിൽ മുഹമ്മദ്, ഹായ് 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 മജിദ്, ഹായ് മഹാദ്. നോക്കട്ടെ നോക്കട്ടെ എന്താണ് നോക്കട്ടെ, പാട്ടാണോ? പാട്ട് പാടി കഴിഞ്ഞു. ഹായ് ഉണ്ണികൃഷ്ണൻ, आप हिंदी में बात करोगी? हाँ हाँ जरूर करेंगी ना, क्यों नहीं, हिंदी भी आती है मुझको बट क्या है ना, हम उतनी ज्यादा हिंदी बोलती नहीं है ना, इसलिए थोड़ा वर्ड्स का थोड़ा दिक्कत होगा, बट फिर भी मैं अच्छी तरह हिंदी में बात कर सकती हूँ. ओके, थैंक यू. हाय राकेश, हाय संजू, ഹായ് ഹായ് ഹായ്. ജാടയില്ലാതെ ശുദ്ധമായി സംസാരിക്കുന്നു. ഞാനിപ്പോൾ നിങ്ങളുടെ വലിയ ഫാനായി. ഓ താങ്ക് യു സോ മച്ച് ഡോക്ടർ. എന്തിനാ നമ്മൾ ജാട കാണിക്കുന്നത്? എനിക്ക് ജാട കാണിക്കാനൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമ്മൾ ജാട, അങ്ങനെ ഉണ്ടെങ്കിലും ജാട കാണിക്കണം എന്നില്ല കേട്ടോ. ഉള്ള എത്രയോ പേര് നമുക്ക് നമ്മളെയും കാട്ടിലും സിമ്പിളായിട്ട് ജീവിക്കുകയും പെരുമാറും ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ നമ്മൾ ജാട കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളായിട്ടിരിക്കുക. എനിക്ക് മാക്സിമം എന്താണെന്നറിയോ, എന്നെക്കുറിച്ച് ആരും മോശം, ഓ അവള് ഭയങ്കര ജാടയാ, ഇത് എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം നിങ്ങൾ എന്നെ ഡയറക്റ്റ്ലി കാണുമ്പോൾ, ഓക്കെ, മേ ബി എന്നെ എവിടെയെങ്കിലും പുറത്ത് വെച്ച് കാണുമ്പോൾ ശരിക്കും നിങ്ങൾ വിചാരിക്കും, ഓ ഇവള് ഭയങ്കര ജാടയാണല്ലോ, ഇങ്ങനെയല്ലല്ലോ ലൈവിൽ വരുമ്പോൾ. അതൊരിക്കലും ജാടയല്ല കേട്ടോ. അതെന്താണെന്നറിയോ, നമ്മൾ അറിഞ്ഞൂടാത്ത ഒരു സ്ഥലത്ത് കുറേ ആൾക്കാരുടെ കൂടെ പോകുമ്പം നമുക്കൊരു ഹെസിറ്റൻസി ഉണ്ടാവും. എന്നുവെച്ചാൽ എനിക്കറിയില്ല എന്നെ ആർക്കൊക്കെ അറിയാം. നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ മൂവീസ് കണ്ടിട്ടുണ്ടോ, എൻ്റെ ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടോ, എന്നെ അറിയുന്ന ആൾക്കാരാണോ? അപ്പം നമ്മളെ പെട്ടെന്ന് ഇങ്ങനെ നോക്കും, പക്ഷെ വന്ന് സംസാരിക്കുന്നുണ്ടാവില്ല. അപ്പം നമുക്കൊരു സംശയം, ഇവർ നോക്കുന്നത് നമ്മൾ അറിഞ്ഞിട്ടാണോ നോക്കണേ, അതോ അല്ലാണ്ട് നോക്കുന്നതാണ്. അപ്പം നമ്മൾ കുറച്ച് കൺഫ്യൂസ്ഡ്. അപ്പം നമ്മൾ അവർ വന്ന് സംസാരിക്കട്ടെ, എന്നെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ വന്ന് സംസാരിക്കുമല്ലോ എന്ന് വെച്ചിട്ട് നിൽക്കുന്നതാണ്. അല്ലാണ്ട് ഒരിക്കലും ജാടയൊന്നുമല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ തന്നെയാണ് എപ്പോഴാണെങ്കിലും. ഓക്കെ, എനിവേ താങ്ക് യു ഡോക്ടർ. ഇപ്പം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും. ഹായ് 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 ഗുണ, ഹായ് സിയാദ്, ഹായ് രാഹുൽ, ഹായ് സജു, റിയലി നൈസ്, താങ്ക് യു സോ മച്ച്. എൻ്റെ പാട്ടാണോ സജു റിയലി നൈസ് എന്ന് പറഞ്ഞാൽ പ്ലീസ് അത് മെൻഷൻ ചെയ്യണേ. അല്ലെങ്കിൽ എന്താ റിയലി നൈസ് എന്ന് എങ്ങനെ അറിയും? എന്നെ കാണാൻ റിയലി നൈസ് എന്നാണോ, അതോ ഞാൻ സംസാരിക്കുന്ന റിയലി നൈസ് എന്നാണോ, എന്താ? അതോ എൻ്റെ പാട്ടാണോ? ഒന്ന് പറയണേ. ഹായ് 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 സജു കുമാർ. വാവ്, എന്താണ് വാവ്? രാകേഷ്, സ്വീറ്റ് വോയിസ്, ഡു സാധകം എവറി ഡേ. എൻ്റെ പൊന്ന് രാകേഷേ, ഇവിടെ സാധകത്തിനൊന്നും സമയം കിട്ടാറില്ല. എന്താണെന്നറിയോ, എനിക്ക് കുറച്ച് ഒരു നവംബറിൽ എനിക്ക് ന്യൂമോണിയ വന്നു. ഓക്കെ, അത് കുറച്ച് സീരിയസ് ആയി. എന്നുവെച്ചാൽ ഇൻഫെക്ഷൻ കുറച്ച് അത്യാവശ്യം സിവിയർ ആയിരുന്നു. ഞാനൊരു 8 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടും എനിക്കിപ്പോഴും സത്യം പറയാലോ, ഞാൻ ഫുള്ളി റിക്കവർ ആയിട്ടില്ല. കാരണം എനിക്കിങ്ങനെ ഒരു കണ്ടിന്യൂസ് സീരീസ് ഓഫ് ഇങ്ങനെ ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് അവിടെ ഇവിടെ വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളതാണ്. ഇവിടെ വരുന്നതിന് ഒരു 2-3 ദിവസം മുന്നേ തൊട്ട് ഒരു തൊണ്ടവേദന, ഒരു പനി. ഇതാണ് റീസെൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ശരിക്കും തൊണ്ട കുറച്ച് അടഞ്ഞിരിപ്പുണ്ട്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ പാടാൻ ആദ്യം ഒന്ന് മടി കാണിച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ അടുത്ത് ഫസ്റ്റാണ് ഒരാൾ പാട്ട് പാടി തരുമോ എന്ന് ചോദിക്കണം. സോ അങ്ങനെ ഒരു ആൾ ചോദിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ജാട ഇടാൻ പാടില്ലല്ലോ. നമ്മൾ പാടി കൊടുക്കണ്ട. ഒരാൾ അത്ര ആഗ്രഹിച്ചിട്ടായിരിക്കില്ലേ ചോദിക്കണം. അതുകൊണ്ട് ഞാൻ പാടിയതാ. പക്ഷെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. നൈസ് സ്വീറ്റ് വോയിസ്, താങ്ക് യു സോ മച്ച്. അപ്പം ഇനി കുറച്ച് പാട്ടൊക്കെ പഠിച്ചു വെക്കാം അല്ലേ? ഞാൻ ലൈവ് വരുമ്പോൾ പാടാൻ പറയുമ്പോൾ എടുത്തങ്ങ് വീശണ്ടേ എനിക്ക്. ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ പാട്ട്. അങ്ങനെ പഠിക്കാറില്ല, കുത്തിയിരുന്ന് പഠിക്കാറില്ല, പക്ഷെ കുറച്ച് പാട്ടൊക്കെ അറിയാം. ഓക്കെ, ഇല്ലാന്നല്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എന്തോ സാധകം എവറി ഡേ. അപ്പം സാധകത്തിൻ്റെ കാര്യം. അപ്പം ഒന്ന് ഈ പറഞ്ഞ പോലെ കുറച്ച് ഇഷ്യൂസ്. അപ്പം ഒന്ന് ഈ പറഞ്ഞ പോലെ രാവിലെ എണീക്കുക എന്നുള്ളത് ഒരു കാര്യം. പിന്നെ സാധകം മീൻസ് ലൈക്ക് എന്നൊന്നും പാടാറില്ല, പക്ഷെ ഞാൻ അത്യാവശ്യം സന്ധ്യ സമയത്തൊക്കെ പ്രെയർ പോലെ ഞാൻ പഠിച്ച പാട്ടുകളൊക്കെ തന്നെ ഒന്ന് റിവൈസ് ചെയ്യാറുണ്ട്. ഓക്കെ, താങ്ക് യു. കിഷോർ, നേരത്തെ പാടാൻ പറയേണ്ടതായിരുന്നു ചേച്ചി. അതെന്താ? കൊള്ളാം, ഇഷ്ടപ്പെട്ടോ? താങ്ക് യു. പിന്നെ സജു, കൊള്ളാം. ഓക്കെ, താങ്ക് യു സജു. അയ്യോ, കുറേ ബാക്കിലോട്ടായിപ്പോൾ. ഇതെന്താണെന്നറിയോ, ഇത് വായിക്കാൻ കുറച്ച് പാടാം. ഞാൻ ഒന്നാമത് നിൽക്കല്ലേ,
ചേച്ചി ഓൾറെഡി പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, അതെത്തി. കൊള്ളാം. ഓക്കെ. ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ട്. ഞാൻ പാൽക്കുളങ്ങര സരസ്വതി അമ്മ, ഭയങ്കര ഫേമസ് ആണ്, സരസ്വതി അമ്മ ടീച്ചറിൻ്റെ അടുത്താണ് ഞാൻ പാട്ട് പഠിച്ചത്. എൻ്റെ 3ാമത്തെ വയസ്സ് തൊട്ട് ഞാൻ പാട്ട് പഠിക്കുന്നത്. ഓക്കെ, അതിൽ സരസ്വതി അമ്മ ടീച്ചർ ശരിക്കും ഒരു മിനിറ്റ് ഒന്ന് തുറച്ചോട്ടെ. എൻ്റെ വിയർത്ത് പൊട്ടുന്നു കേട്ടോ, വിയർത്ത്. ഇതാ നോ മേക്കപ്പാ. ഇനി അവസാനം പറയും മേക്കപ്പ് മൊത്തം തുറച്ചെടുത്ത് ഇല്ല. ഓക്കെ. അപ്പൊ സരസ്വതി അമ്മ ടീച്ചർ ശരിക്കില്ലേ എനിക്ക് പാട്ട് ടീച്ചറിനെയും കാട്ടിലും എൻ്റെ ഒരു അമ്മൂമ്മ, നമ്മളെ അമ്മേൻ്റെ അമ്മൂമ്മ പോലെ. കാരണം സരസ്വതി അമ്മ ടീച്ചറാണ് എന്നെ എഴുത്തിനിരുത്തിയത്. ഓക്കെ, സോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അമ്മമ്മയായിരുന്നു. ഞാൻ ടീച്ചറൊന്നും അല്ല, അമ്മമ്മ എന്നൊക്കെ തന്നെയായിരുന്നു വിളിച്ചിരുന്നത്. ഇപ്പം എൻ്റെ 3 വയസ്സിലാണ് ഞാൻ പാട്ട് പഠിക്കണം. എൻ്റെ മാമീൻ്റെ വീട്ടിനടുത്താണ് ടീച്ചറിൻ്റെ വീട്. കണ്ടോ, ഇടി വെട്ടുന്നു, മഴ ഉറപ്പാ. ഓക്കെ, അപ്പം 3 വയസ്സിലോട്ടാണ് ഞാൻ പാട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്കറിയാലോ, കുഞ്ഞു കുട്ടിയാണ്. അപ്പം ആദ്യമായിട്ട് നമ്മൾ പാട്ട് പഠിക്കാൻ പോകുമ്പം അമ്മമ്മ ഇങ്ങനെ പാട്ടൊക്കെ പറഞ്ഞു തന്നിട്ട് പാടിയപ്പോൾ സന്തോഷത്തിലൊരു കുഞ്ഞ് കൽക്കണ്ടിൻ്റെ കഷ്ണം അറിയില്ല, അത് തന്നു. നന്നായിട്ട് പാടി മോള് നന്നായി. പിന്നെ എന്താണെന്നറിയോ, ഞാൻ കൽക്കണ്ട് തിന്നാനാ പാട്ട് പഠിക്കാൻ പോകുന്നത്. അവസാനം കൽക്കണ്ട് തന്നാലേ ഞാൻ പാടുള്ളൂ എന്നൊരു സ്റ്റേജായി. പിന്നെ അവസാനം അമ്മൂമ്മ കൽക്കണ്ട് മാറ്റി ഫ്രൂട്ട്സ് അങ്ങനെ പല സാധനങ്ങളും എടുത്തു വെക്കും ഞാൻ പാട്ട് പഠിക്കാൻ പോകുമ്പോൾ എനിക്ക് തരാൻ വേണ്ടിയിട്ട്. സോ ഈ സംഭവങ്ങളൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ പാട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. സത്യം അത്യാവശ്യം ഞാൻ ഇതൊക്കെ കഴിഞ്ഞതാട്ടോ. ഞാൻ പാട്ട് നമ്മൾ ഒരു എത്രയോ അമ്പലങ്ങളിൽ കാര്യങ്ങളൊക്കെ ഞാൻ പോയിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. സോ മോശമല്ല, പക്ഷെ എന്താ ഒരു കോൺഫിഡൻസ് കുറവുണ്ടോ എന്ന് വെച്ചാൽ ഒരു ചെറിയ രീതിക്ക് കോൺഫിഡൻസ് കുറവുണ്ട്, ഇല്ല എന്നല്ല. കാരണം പ്രോപ്പർ പ്രാക്ടീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. എന്തായാലും താങ്ക് യു സോ മച്ച് കിഷോർ കാരണം ഞാൻ എൻ്റെ ഒരു ടാലൻറ്റും കൂടെ മുന്നിൽ വെച്ചിട്ടുണ്ട് എല്ലാവരുടെയും. ഓക്കെ, പിന്നെന്താ, ഹലോ കുറേ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. സച്ചിൻ തമിഴ്, നെയ്മർ தமிழ். ஐயோ, நீங்கள் தமிழில் எழுதாதீங்க, எனக்கு தமிழ் வாய்க்க தெரியாது, பேச தான் தெரியும். ஸோ தமிழ் 1406 நீங்கள் என்னவோ தமிழில் எழுதியிருக்கேன், ஆனால் எனக்கு படிக்க தெரியாதுமா, பேச தான் தெரியும். ஸோ அதில் இது இங்கிலீஷில் போடுங்க ப்ளீஸா. தேங்க்யூ. ഹായ് സിബി, ഹായ്. പാട്ടും താനും എന്താ സജു, പാട്ടും താനും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സജു പ്ലീസ് കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. താങ്ക് യു. രാകേഷ്, ബട്ട് അപ്പർണ അല്പം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ബിക്കോസ് ഐ സൈഡ് എനിക്ക് തൊണ്ടവേദനയാണ്. പിന്നെ സ്ട്രഗിൾ ചെയ്യുന്ന വെച്ചാൽ വെള്ളി വീഴാതിരിക്കാൻ നോക്കണ്ടേ. നമുക്ക് എത്ര തൊണ്ടവേദനയാണ്, തൊണ്ട അടഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണെങ്കിലും നമ്മൾ പാടുമ്പോൾ നമ്മൾ ആ ശ്രുതി ശുദ്ധമായി പാടുക എന്നുള്ളൊരു സാധനം, അതിനു വേണ്ടി ശ്രമിച്ചതാണ് കുറച്ച് സ്ട്രഗിൾ. പക്ഷെ ഞാൻ പാടി ചോദിച്ചപ്പോൾ തന്നെ. ഓക്കെ, ബട്ട് നൈസ്. താങ്ക് യു സോ മച്ച് രാകേഷ്. അറിയുന്ന പാടിയാൽ മതി. ഇതെനിക്ക് അറിയുന്ന പാട്ടാണേ. നിങ്ങൾക്ക് അറിയുന്ന പാട്ട് ഞാൻ പാടാനാണോ പറയുന്നത്? വേറെ അറിയുന്ന പാട്ട് പെട്ടെന്ന് വെച്ചാലോ, വേറെ ഏതാ പെട്ടെന്ന് എനിക്കൊന്നും വരുന്നില്ലപ്പാ. നിങ്ങൾ ഏതെങ്കിലും പറ, നോക്കാം എനിക്ക് അറിയുന്നതാണോന്ന്. നോ മേക്കപ്പ് ഉണ്ടപ്പാ, ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, കുറച്ച് ഐ ഷാഡോ, കണ്ണെഴുതിയിട്ടുണ്ട്. ഓക്കെ, ഒല്ലി റിയൽ ലുക്ക്. അതെ ചേച്ചി, ഒരു സത്യം പറയട്ടെ, ചേച്ചിയുടെ കൂടെ ഉള്ളവരെ എല്ലാം എങ്ങനെ ഹാപ്പി ആക്കാൻ ഇങ്ങനെ പറ്റുന്നു? അങ്ങനെ ഒരിക്കലും നമുക്ക് ആർക്കും പറ്റൂല കേട്ടോ. ഞാനൊരു കാര്യം പറയാം, നമുക്ക് ഈ ലോകത്തുള്ള ഒരു വ്യക്തിക്കും എല്ലാവരെയും ഹാപ്പി ആക്കിയിട്ട് ജീവിക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് ട്രൂത്ത്. ഓക്കെ, നമ്മുടെ ലൈഫിൽ നമുക്ക് കുറച്ചധികം പേര് സന്തോഷമായിട്ട് നമ്മുടെ നിർത്താൻ പറ്റും. പക്ഷെ നമ്മൾ വിചാരിക്കും നമ്മൾ അവർക്ക് നല്ലതാണ് ചെയ്യുന്നത്, നമ്മൾ അവർ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് സന്തോഷമാണ്, ഹാപ്പിയാണ്. ഒരിക്കലും അല്ല. വേറൊരാൾക്ക് അത് നമ്മൾ ചെയ്യുന്നത് ഇഷ്ടപ്പെടാണ്ട് വരാം, അപ്പം അയാൾ സന്തോഷം അല്ലാണ്ടാവും. അങ്ങനെ ഒരിക്കലും നമുക്ക് ലൈഫിൽ, ഞാൻ പറയുന്നത് ഒരിക്കലും അങ്ങനെ ജീവിക്കരുത്. ശരിക്കും എല്ലാവരെയും ഹാപ്പി ആക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കരുത്. ശരിക്കും ആദ്യം നിങ്ങളെ തന്നെ ഹാപ്പി ആക്കാൻ നോക്കുക. ഫസ്റ്റ് തിങ് അതാണ് ഞാൻ ബിലീവ് ചെയ്യണം. ഞാൻ ഹാപ്പി ആയിരുന്നാലേ
എനിക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും എനിക്ക് ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സോ ഫസ്റ്റ് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, നമ്മളെ പരിചയപ്പെടുന്ന, നമ്മൾ അറിഞ്ഞുകൂടാത്ത ആൾക്കാരായിരിക്കും, നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളായിരിക്കും. കാണുമ്പോൾ ഒരു ചെറിയ സ്മൈൽ, ഒരു പോസിറ്റീവ്, സംസാരിക്കുമ്പോൾ കഴിയുന്നതും ഭയങ്കര പൊളൈറ്റായിട്ട് അവർ കൺസിഡർ ചെയ്യുന്ന രീതിക്ക് സംസാരിക്കുക. ഇതൊക്കെ ചെയ്യാം. ഞാൻ ഇങ്ങനെയാണ്. എൻ്റെ അങ്ങേയറ്റം എൻ്റെ ക്ഷമയും അങ്ങ് തീരുമ്പോഴാണ് ഞാൻ സംസാരിക്കുള്ളൂ, പൊട്ടിത്തെറിക്കുള്ളൂ, അല്ലെങ്കിൽ ദേഷ്യപ്പെടുള്ളൂ. പക്ഷെ അത് അത്യാവശ്യം സ്ട്രോങ് ആയിരിക്കും. കാരണം എപ്പോഴും ദേഷ്യപ്പെടാത്ത ഒരാൾ ദേഷ്യപ്പെടുമ്പം അത് കുറച്ചൊരു സ്ട്രോങ് ആയിരിക്കുമല്ലോ. അപ്പം അങ്ങനെയാ. പക്ഷെ അങ്ങനെ ഞാൻ പറയട്ടെ, ഒരിക്കലും എല്ലാവരും ഹാപ്പി ആക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, നോട്ട് ദ പോയിന്റ്. പിന്നെ ഹായ് വിഷ്ണു, ഹായ് സ്പെഷ്യൽ ഫോർ മീ. ഓ ഹായ്, എന്താ ഐ ഡി, സൂപ്പർ, താങ്ക് യു. ചേച്ചി തമിഴ് നന്നായി സംസാരിക്കുന്നുണ്ട്. ഓ താങ്ക് യു സോ മച്ച് കിഷോർ. എനിക്ക് ഒരു 4 ഭാഷ, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് നല്ലോണം സംസാരിക്കാൻ അറിയാം. ഓക്കെ, അതുകൊണ്ട് എവിടെയും ഈ ഒരു 4 ഭാഷ കൈകാര്യം ചെയ്യുന്ന എവിടെയും ഞാൻ നന്നായിട്ട് ജീവിക്കും. ഓക്കെ. ഹായ് സഫീർ, ഹായ് 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 ശ്രീകുമാർ, ഹായ് ബിനോയ്, ഹായ് വിനോദ്, ഹായ് വിജീഷ്. തൊണ്ട അടയുന്നുണ്ട്, കുറച്ചധികം സംസാരിച്ചില്ലേ. ക്യാൻ ഐ സജസ്റ്റ് എ സോങ്? രാകേഷ്, അത് വേണോ? എന്നാലും സജസ്റ്റ് ചെയ്തോ, നോക്കട്ടെ. ഹായ് തമിഴ്, ഹായ് 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 ശ്രീകുമാർ. സ്വർണ്ണമുഖിലെ അയ്യോ, സ്വർണ്ണമുഖിലെ സ്വപ്നം കാണാറുണ്ടോ എന്നാ പാട്ട്. ഇത്രയും റിസ്ക് എനിക്ക് എടുക്കണോ? എനിക്ക് എന്നെ വരി അറിയില്ല, ആലോചിച്ച് നോക്കട്ടെ. സ്വർണ്ണമുഖിലെ സ്വപ്നം കാണാറുണ്ടോ, നീയും സ്വപ്നം കാണാറുണ്ടോ. എനിക്കറിയില്ല കേട്ടോ, ലൈൻസ് അറിയില്ല, ഇത്രേ അറിയുള്ളൂ. ഹോപ്പ് നിങ്ങളുടെ പാട്ടിന് ജസ്റ്റിസ് ഞാൻ ചെയ്തു എന്ന് വിശ്വസിക്കണു. കേട്ടോ പാടിയത്? ഒന്നുകൂടി പാടണോ? തൊണ്ട പിടുത്തമാണ്, ക്ഷമിക്കണേ പ്ലീസ്. ഓക്കെ. സ്വർണ്ണമുഖിലെ സ്വപ്നം കാണാറുണ്ടോ, നീയും സ്വപ്നം കാണാറുണ്ടോ. അയ്യോ, ശ്വാസം കിട്ടുന്നില്ല, ഇത്രയും മതി. ഓക്കെ. ഇതുപോലത്തെ കട്ടിപ്പാട്ടൊക്കെയാണോ കൊണ്ടുവരുന്നത്? ഇതെനിക്ക് ഭാഗ്യം കേട്ടോ, ഒരു വരിയെങ്കിലും എനിക്ക് അറിയുന്നത്. എനിക്ക് സത്യം അറിയില്ലായിരുന്നു, പക്ഷെ ഇത് നല്ല പാട്ടാട്ടോ. താങ്ക് യു, നല്ല സജഷൻ ആയിരുന്നു, താങ്ക് യു. ഓ ഹായ് സഞ്ജയ്, ഹായ് ഇഷ്രത്, ഹായ് ഒരു പാവം സിനിമ പ്രാന്തൻ, ഹായ് ഹായ്. ബിനോയ്, ഹായ്, നന്നായി സംസാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ബിനോയ്. ചേച്ചി ലോ വേസ്റ്റ് ഉടുക്കാറില്ലേ? എൻ്റെ പൊന്നു മോനെ, ഞാൻ ഈ നിൽക്കുന്ന കണ്ടിട്ട് ഇതാണോ ഇപ്പൊ ചോദിക്കാൻ വന്ന ക്വസ്റ്റ്യൻ? ഞാനിവിടെ കഷ്ടപ്പെട്ട് പാട്ട് പാടുകയല്ലേ. ഞാൻ ലോ വേസ്റ്റ് ഉടുക്കാറില്ല. നമ്മൾ നമ്മുടെ ശരീരം അറിഞ്ഞു വേണം ഡ്രസ്സ് ചെയ്യാൻ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഓക്കെ, സോ ഞാൻ ലോ വേസ്റ്റ് എടുക്കാറില്ല. താങ്ക് യു. പിന്നെ ഷിജു കിഷോർ, ഞാൻ ഉദ്ദേശിച്ചത് ചേച്ചിക്ക് ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടെന്നും മറ്റുള്ളവരെ പോസിറ്റീവ് ആക്കാൻ. ഓക്കെ, താങ്ക് യു. സോറി കിഷോർ, എനിക്ക് ഒരു മിനിറ്റ്. അയ്യോ ചൂട്, സാരിയും കൂടെ എടുക്കുമ്പോൾ നല്ല ചൂടാണ് കേട്ടോ. സോറിയാ. താങ്ക് യു. അതാണ് ഉദ്ദേശിച്ചത്, എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, ഞാൻ വിചാരിച്ചു നമ്മൾ എല്ലാവരും പോസിറ്റീവ് ആക്കാം അങ്ങനെ. ഓക്കെ, ഇപ്പം മനസ്സിലായി. ഒരു ജീവിതം, വളരെ ചെറിയ ജീവിതമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ആ ഉള്ള സമയം നമ്മൾ ഹാപ്പി ആവുക, ബാക്കി എല്ലാവരെയും ഹാപ്പി ആക്കുക. ഇത് രണ്ടുമല്ലേ നമ്മൾ ചെയ്യേണ്ട. ബാക്കിയൊക്കെ പുറകെ വരും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. പിന്നെ വിശ്വസാഗര ചിപ്പിയിൽ വീണ് സർഗലാവണ്യ ഭാഷ്മമേ. എൻ്റെ പൊന്നു മോനെ, എനിക്ക് ഈ പാട്ടൊന്നും അറിഞ്ഞൂടാ രാകേഷ്. ഇത് എവിടെ നിന്നൊക്കെയാ പൊക്കിക്കൊണ്ടുവരുന്നേ? മറ്റേ തന്നെ എനിക്ക് ഒരു വരി അറിയാന്നുള്ളതുകൊണ്ട് ഞാൻ പാടിയതാ. ചേച്ചി ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം.
അയ്യോ അതും ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം നെഞ്ചിരിയിലലിയുന്നു ജീവരാഗം, അങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാൻ ഇതൊക്കെ പാട്ടൊക്കെ നോട്ട് ചെയ്തിട്ട് പഠിച്ചിട്ട് വരാം കേട്ടോ. എനിക്ക് പാട്ടൊന്നും അത്ര പിടിയില്ല. ഓക്കെ, ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, അറിയാം ത്രോട്ട് ഇൻഫെക്ഷൻ ആണ്, ബട്ട് സ്റ്റിൽ ഞാൻ പാടി. ഓക്കെ, ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ ലൈൻസ് അറിയാത്ത ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ ബാക്കി പാടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹായ് ഹായ് അജിത്ത്, ഹായ് സനീഷ്, ഹായ് ജോബി, ഹായ് സന്തോഷ്, എല്ലാവർക്കും ഇല്ലേ സത്യം കേട്ടോ ഒരു ബിഗ് താങ്ക് യു പറയട്ടെ ഈ സമയത്ത്. ഞാൻ എത്ര നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾ ഇപ്പോഴും ഈ ലൈവിൽ കൂടെ ഉള്ളതാണ് കേട്ടോ കാര്യം. ഇല്ലെങ്കിൽ ഞാനും ഇപ്പം ടാറ്റ ബൊബൈ പറഞ്ഞ് പോയെന്നെ. പക്ഷെ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ദൈർഘ്യം കൂടിയ ലൈവ് ഇതായിരിക്കും മിക്കവാറും. കാരണം ഇത്രയും ക്വസ്റ്റ്യൻസിന് ഞാൻ ഇതിന് മുമ്പ് ആൻസർ ചെയ്യാൻ നിന്നിട്ടില്ല, അതുകൊണ്ടും കൂടെ ആയിരിക്കും കേട്ടോ. എന്തായാലും താങ്ക് യു. ശ്രീകുമാർ, എങ്കിൽ കുക്കുരു കുക്കു കുറുക്കൻ, അത് വെള്ളി നക്ഷത്ര, ആ സിനിമ പാട്ട്, അതും നല്ല പാട്ടാണ്. പക്ഷെ എനിക്ക് ലൈൻസ് അത്ര അറിയില്ല, എന്നാലും പാടാം. കുക്കുരു കുക്കുറുക്കൻ കക്കിരി കക്കും കരുമ്പൻ പണ്ടൊരു കാട്ടിലെത്തി, മുന്തിരി കണ്ട് കൊതിച്ച് നക്കില് വെള്ളം കൊതിച്ച് കൊമ്പത്തെ നോക്കി നിന്നു. കുക്കുരു കുക്കുറുക്കൻ കക്കിരി കക്കും കരുമ്പൻ പണ്ടൊരു കാട്ടിലെത്തി, മുന്തിരി കണ്ട് കൊതിച്ച് നക്കില് വെള്ളം കൊതിച്ച് കൊമ്പത്ത് നോക്കി നിന്നു. മതിയോ? ഈ പാട്ട് അങ്ങനെ പാടാൻ പറ്റുള്ളൂ. ഓക്കെ, ശ്രീകുമാർ പാടി തന്നിട്ടുണ്ട്. ഓക്കെ, ഗിരി, ഹൗ ആർ യു? ഐ എം ഗുഡ് ഗിരി, താങ്ക് യു സോ മച്ച്, താങ്ക് യു. രാകേഷ്, മോനെ വി ആർ സെയിം ഏജ് യാർ. എങ്ങനെ മനസ്സിലായി എൻ്റെ ഏജ് രാകേഷിന്? അതാദ്യം പറ, എന്നിട്ട് ഞാൻ പറയാം എൻ്റെ ഏജ് ആണോന്ന്. ഹായ് സുജിത്, ഹായ് കിഷോ. ചേച്ചി അങ്ങനെ തന്നെ, ചേച്ചി പാടുമ്പോൾ പ്രത്യേക ഭംഗി. ചേച്ചി അങ്ങനെ തന്നെ, ചേച്ചി പാടുമ്പോൾ. ആണോ? താങ്ക് യു സോ മച്ച്, താങ്ക് യു. സാരി സൂപ്പർ ആണ് കേട്ടോ, താങ്ക് യു. എൻ്റെ അമ്മേൻ്റെ സാരിയാ, താങ്ക് യു താങ്ക് യു. അമ്മ ഇതൊക്കെ കേൾക്കുന്നുണ്ട് മോളില്. ഷീസ് നോ മോർ. പക്ഷെ പുള്ളിക്കാരിയുടെ പഴയ സാരിയാ, ഭയങ്കര പഴയത്, എത്ര വർഷം മുന്നേ ഉള്ളതാ. പക്ഷെ ഇപ്പോഴും പെർഫെക്റ്റ് കണ്ടീഷൻ. ഓക്കെ, താങ്ക് യു. പിന്നെ രാകേഷ്, ഹായ് ഹായ്. ശ്രീകുമാർ, ഇപ്പോഴാണ് കറക്റ്റ്, കുക്കുരു കുക്ക് നന്നായി പാടി. താങ്ക് യു സോ മച്ച് ശ്രീകുമാർ, താങ്ക് യു. അപ്പൊ ഇത്രയ്ക്കുള്ളൂ വിശേഷം. അപ്പൊ ഞാൻ പോട്ടെ. ഞാനീ വന്ന് നിൽക്കാൻ തുടങ്ങി, വിയർക്കാൻ തുടങ്ങി. ഇതിങ്ങനെ പിഴിഞ്ഞെടുക്കാനുള്ള അവസ്ഥയ്ക്കുള്ള വിയർപ്പായിട്ടുണ്ട് കേട്ടോ. ഹായ് സുരേഷ്, ഹായ് 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 ഹായ്. അപ്പോൾ ഇപ്പോൾ ഓക്കെ, സോ ഹായ്. അപ്പം എല്ലാവർക്കും ലൈവിൽ ജോയിൻ ചെയ്ത് ഇത്രയും നേരം എനിക്കും സംസാരിക്കാനുള്ള സപ്പോർട്ട് ആൻഡ് എനർജി തന്നതിന് എല്ലാവർക്കും താങ്ക് യു. പിന്നെ ഒരു കാര്യം മറക്കല്ല്, ഞാൻ ലൈവ് വന്നത് 2-3 കാര്യങ്ങൾക്കാണ്. ഫസ്റ്റ് തിങ്, എൻ്റെ 4th മൂവി നേരറിയും നേരത്ത് അടുത്ത മാസം 30-ാം തീയതി, അതായത് മെയ് 30th റിലീസ് ചെയ്യാണ്. എല്ലാ പേരും തിയേറ്റേഴ്സിൽ പോയി കാണണം. രണ്ടാമത്തെ കാര്യം, നേരറിയും നേരത്ത് ബുക്ക് മൈ ഷോയിൽ അവൈലബിൾ ആണ്. അപ്പം ബുക്ക് മൈ ഷോൻ്റെ ആപ്പിൽ പോവുക, സെർച്ചിൽ നേരറിയും നേരത്ത് എന്ന് സെർച്ച് ചെയ്യുക. ഞങ്ങളുടെ മൂവീൻ്റെ പോസ്റ്റർ ആൻഡ് ഡീറ്റെയിൽസ്, മൂവീൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരും. അതിൽ ഒരു റെഡ് ബോക്സിനകത്ത് ഐ ആം ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു ഹൈപ്പർ ലിങ്ക് പോലെയാണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, എൻ്റെ ഷോർട്ട് ഫിലിം ഞാൻ കൗമുദിക്ക് വേണ്ടി ചെയ്യുന്ന എൻ്റെ 2ാമത്തെ ഷോർട്ട് ഫിലിം ഇന്നലെ വൈകുന്നേരത്ത് റിലീസായിട്ടുണ്ട്. ഒരു സോഷ്യൽ കോസ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ സബ്ജക്റ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ദയവ് ചെയ്ത് എല്ലാവരും യൂട്യൂബിൽ പോയി കൗമുദി എന്ന് സെർച്ച് ചെയ്യുക. അതിൽ ദ ക്ലിഞ്ച് നോട്ട് ക്ലിഞ്ച് എന്നുള്ളത്, അതാണ് ഞങ്ങളുടെ ഷോർട്ട് ഫിലിമിൻ്റെ. അത് എല്ലാ തേഴ്സ്ഡേയ്സും വരുന്നതാണ്. അതിൽ സെർച്ച് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എല്ലാ പേരും എൻ്റെ ഷോർട്ട് ഫിലിം കാണണം. ഞാൻ എൻ്റെ സ്റ്റോറിയിൽ ഓൾറെഡി ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. എല്ലാ പേരും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, എല്ലാ പേരും ഷോർട്ട് ഫിലിം പോയി കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, സോ ഇതൊക്കെയാണ് എൻ്റെ വിശേഷം. അപ്പം ഞാൻ പോട്ടെ, ഞാൻ കുറേ നേരമായിട്ട് നിൽക്കണം, എനിക്ക് കാലൊക്കെ വേദനിക്കുന്നുണ്ട്. അപ്പം നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കണം.
ഉടനെ വീണ്ടും ലൈവിൽ വരാം. കുറച്ച് പാട്ടൊക്കെ പഠിച്ചിട്ട് വരാം. അടുത്ത പ്രാവശ്യം ലൈവ് വരുമ്പോൾ കാണാം. ഓക്കെ ഓക്കെ, സെയിം 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 ഹിയർ. അപ്പൊ പാട്ടും ഒക്കെ പഠിച്ചിട്ട് വരാം. നിങ്ങൾക്കൊക്കെ കുറച്ച് ഓൾഡ് സോങ്സ് ആണെന്ന് തോന്നുന്നു ഇഷ്ടം. സോ യാ, എനിക്കും ഓൾഡ് സോങ്സ് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പക്ഷെ ഇത്രയും പഴയതല്ല, പക്ഷെ എന്നാലും ഞാൻ പഠിച്ചിട്ട് വരാം കേട്ടോ, കുറച്ച് പഴയ പാട്ട്. അപ്പൊ താങ്ക് യു വൺസ് അഗൈൻ. ജോയിൻ ചെയ്ത എല്ലാവർക്കും വെരി ഗുഡ് ഈവനിങ്, ഒരു ഹാപ്പി വീക്കെൻഡ്. ഓക്കെ, എല്ലാ സന്തോഷങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ശ്രീകുമാർ എന്താ പറഞ്ഞ? കിഷോർ, അതിന്റെ വരി അറിയില്ല. അതെ, എനിക്ക് വരി അറിയില്ല. വി ആർ 84 രാകേഷ്. ആഹാ, ഓക്കെ. അപ്പൊ ശരി, അപ്പൊ കാണാം. ഇനി അടുത്ത ലൈവിന് കാണാൻ. എനിക്ക് കാല് വേദനിക്കണു, ഞാൻ പോട്ടെ. ആൻഡ് ഓൾസോ മഴ വരുന്നുണ്ട്. ഇനി ഞാൻ ഇവിടെ നിന്ന് മഴ നനയും. അടുത്ത ഇത്രയും നേരം വിയർത്തതല്ല, മഴയും കൂടെ നനയേണ്ടി വരും. അപ്പൊ അടുത്ത ലൈവിൽ കാണാം. താങ്ക് യു സോ മച്ച്. ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഹാപ്പി വീക്കെൻഡ്. ഹാവ് എ വെരി ഗുഡ് ഈവനിങ്. പോയി ചായയൊക്കെ കുടിക്കും. ബൈ.